ഹല്ലേലൂയ. കരമുയർത്തി കർത്താവിന് നല്ലവണ്ണം ഒന്ന് സ്തോത്രം ചെയ്തേ. കർത്താവിന്റെ വിലയേറിയ നാമം വീണ്ടും മഹത്വപ്പെടുമാറാകട്ടെ. ഈ രണ്ടാമത്തെ സെക്ഷനിൽ നമുക്ക് ഒരുമിച്ച് ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഒരുക്കിയ വിലയേറിയ ഭാഗ്യത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ മഹത്വം ഇന്ന് രാത്രിയിലും നാം അനുഭവിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി നമുക്ക് വേഗത്തിൽ തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. ആമേൻ. തിമോഥെയോസിന്റെ ലേഖനത്തിലേക്ക് നമുക്കിന്ന് കടന്നു വരാം. തിമോഥെയോസിന്റെ രണ്ടാമത്തെ ലേഖനം രണ്ടാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വേദവാക്യം നമുക്ക് വേഗത്തിൽ ഒന്ന് വായിക്കാം. എന്റെ മകനെ ക്രിസ്തുയേശുവിന്റെ കൃപയാൽ ശക്തിപ്പെടുക. അടുത്തത്, പല സാക്ഷികളുടെ മുമ്പാകെ നീ എന്നോട് കേട്ടത് വിശ്വസ്ത മനുഷ്യനെ പരമേൽപ്പിക്കുക. നീ എന്നോട് കൂടെ കഷ്ടം സഹിക്കുക. അവൻ മുന്നോട്ട് നമ്മുടെ രാത്രിയിൽ നമുക്ക് വളരെ ചുരുക്ക സമയമേ നമ്മുടെ നടുവിലുള്ളൂ. ആ ചുരുങ്ങിയ സമയത്തിനകത്ത് അല്പസമയം തിരുവചനം ധ്യാനിപ്പാൻ ദൈവം സന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന യവനക്കാർക്കായി, കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. അവരെല്ലാം ഇന്ന് രാത്രി അതിശക്തമായ നിലയിൽ ദൈവം കരങ്ങളിൽ വഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, യേശു ക്രിസ്തുവിനെ കഴിഞ്ഞാൽ പറയുന്നത് ശ്രദ്ധിക്കണമേ. യേശു ക്രിസ്തുവിനെ കഴിഞ്ഞാൽ വേദപുസ്തകത്തിൽ ഏറ്റവും അധികം സ്വാധീനിക്കപ്പെട്ട ഒരേ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് കർത്താവിന്റെ ദാസനായ പൗലോസ്ലീഗയാണ്. യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ സ്വാധീനിക്കപ്പെട്ട ഒരു ശക്തനായ മനുഷ്യനാണ് അപ്പോസ്തലനായ പൗലോസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകത്തിലെ 14 ലേഖനങ്ങൾ, എബ്രായ ലേഖനമടക്കം 14 ലേഖനങ്ങൾ പൗലോസ്ലീഗ എഴുതി നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ശക്തനായ ഒരു ദൈവ മനുഷ്യനാണ്. പൗലോസിന്റെ ഓരോ വാക്കുകളും നമ്മൾക്ക് ഏറ്റവും വിലയേറിയതാണ്. ദൈവസഭയിലെ ദൈവമക്കൾക്ക് ഏറ്റവും അനുഗ്രഹമാണ്. ഞാനിങ്ങനെ പറയാറുണ്ട്, നിശ്ചയമായിട്ടും നാം സുവിശേഷം വായിക്കുന്നത് പോലെ തന്നെ ഓരോ ദൈവ പൈതലും വായിച്ചിരിക്കേണ്ടത് പൗലോസിന്റെ ലേഖനങ്ങളാണ്. അവൻ വളരെ ശക്തമായി ഞാൻ പറയാൻ കാര്യം, ഞാൻ എപ്പോഴും പറയുമ്പോൾ അത് എടുത്തു പറയുന്നത് കാര്യം, എഫേസ്യ ലേഖനത്തിൽ സഭ എന്താണെന്ന് പൗലോസ് എഴുതി. എഫേസ്യ സഭയ്ക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ സഭ ക്രിസ്തുവിന്റെ ശരീരമാണ് എന്നെഴുതി. എന്നാൽ കൊലോസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ പൗലോസ് അതേ ഭാഷയിൽ നിന്നും കുറച്ചുകൂടി വ്യത്യാസം വരുത്തിയിട്ട് പറയുന്നു, സഭയുടെ തലയാണ് ക്രിസ്തു എന്ന് പറയുന്നു, അല്ലേ? അപ്പൊ എഫേസ്യ ലേഖനത്തിൽ സഭ ക്രിസ്തുവിന്റെ ശരീരമാണെന്നും കൊലോസ്യ ലേഖനത്തിൽ സഭയുടെ ശിരസ് കർത്താവാണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ തിമോഥെയോസിന്റെ ലേഖനം, 1 തിമോഥെയോസ്, 2 തിമോഥെയോസ്, തീത്തോസിന്റെ ലേഖനം, ഈ 3 ലേഖനങ്ങൾ ഇടയ ലേഖനങ്ങളാണ്, പാസ്റ്റേഴ്സ് ലേഖനങ്ങളാണ്. നമുക്കറിയാം, കഴിഞ്ഞ സൺഡേ ഞാൻ ബർമിംഗ്ഹാമിൽ ശുശ്രൂഷിക്കുമ്പോൾ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. ക്രിസ്ത്യാനികളെ മുടിപ്പിക്കാൻ കുതിരപ്പുറത്ത് ഡെമസ്കോസിന്റെ പടിവാതിക്കലേക്ക് പോയ ശൗലിനെ ദൈവത്തിന്റെ കരുണയുടെ കരത്താൽ അടിച്ച് താഴെയിട്ടപ്പോൾ, അടികൊണ്ട് താഴെ വീണവൻ ആദ്യം ചോദിച്ച ചോദ്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നീ ആരാകുന്നു കർത്താവേ? നീ ആരാകുന്നു കർത്താവേ? നീ ആരാണ് കർത്താവേ എന്ന് ചോദിച്ച പൗലോസിനെ കൊണ്ട് കർത്താവ് ആരാണ് എന്ന് 5 ലേഖനങ്ങളിലൂടെ എഴുതിച്ചു. എഫേസ്യ ലേഖനം, ഫിലിപ്പിയ ലേഖനം, ഫിലമോന്റെ ലേഖനം, അല്ലെങ്കിൽ കൊലോസ്യ ലേഖനം, എബ്രായ ലേഖനം, ഇതിനകത്തെല്ലാം യേശു ആരാണ്, നീ ആരാണ് കർത്താവേ എന്ന് ചോദിച്ചവനെ കൊണ്ട് 5 ലേഖനങ്ങളിലൂടെ യേശു ആരാണ് എന്നവനെ കൊണ്ട് എഴുതിച്ചു. സ്വതന്ത്രം ചെയ്താട്ടെ. ഇന്ന് രാത്രി വേളയിലും നമ്മുടെ നടുവിൽ ഉയർച്ച പ്രാപിക്കേണ്ടത്, ഉയർത്തപ്പെടേണ്ടത് അതേ യേശുവിന്റെ നാമം തന്നെയാണ്. കരം ഉയർച്ച ദൈവത്തിന് നല്ലവണ്ണം ഒന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ദൈവമക്കളെ, ഞാൻ ഒരിക്കൽ കൂടി പറയാം,
പറയുന്നു. എന്റെ പ്രസംഗം ആരംഭിക്കുന്നതും ഇങ്ങനെ പറയാം, ഇന്ന് ഏറ്റവും കൂടുതൽ പ്രസംഗം കുറഞ്ഞിരിക്കുന്നത് യേശുവിനെ കുറിച്ചുള്ള പ്രസംഗമാണ്, അല്ലെ? ആ ഒരു സ്തോത്രം. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ലോകത്തിന്റെ നന്മയെ കുറിച്ചാണ് നിങ്ങൾ ഏറ്റവും അധികം പ്രസംഗം കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ ലോകവുമായിട്ട് ഇഴുകിച്ചേരും. നിങ്ങൾ യേശുവിനെ കുറിച്ചാണ് അധികം പ്രസംഗം കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ യേശുവുമായിട്ട് നിങ്ങൾ ഇഴുകിച്ചേരും. ഇന്ന് നമുക്ക് വേണ്ടത് ലോകത്തോട് ഒഴുകിച്ചേരുന്ന ഒരു ദൈവകൃപയല്ല വേണ്ടത്, ലോകം വിട്ട് യേശുവിനോട് ചേരുന്ന ഒരു ദൈവകൃപ ഇന്ന് രാത്രി നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. വിശ്വാസമുള്ള ദൈവമക്കൾ കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? അതുകൊണ്ട് തന്നെ ഈ രാത്രിയിൽ നിങ്ങളോട് ഈ തിരുവചനത്തിൽ നിന്നും ഞാൻ അല്പസമയം ശുശ്രൂഷിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ വായിച്ച ഈ ലേഖനം തിമോത്തിയോസിന്റെ രണ്ടാമത്തെ ലേഖനം അനുഗ്രഹിക്കപ്പെട്ട ഒരു ലേഖനമാണ്. അവൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് തൊട്ടുവിട്ടത് ഒന്നുകൂടി ആരംഭിക്കാം കേട്ടോ. പൗലോസ്ലീഹയും തിമോത്തിയോസും തമ്മിൽ ഒരു ആഴമായ ബന്ധമുണ്ട്. ആരാണ് തിമോത്തിയോസ് എന്ന് ഒറ്റവാക്കി പറയാം. തിമോത്തിയോസ് എന്ന് പറയുന്ന യൗവനക്കാരനായ മനുഷ്യൻ എഫെസോസ് പട്ടണത്തിലെ അവൻ കർത്താവിന്റെ വേല ചെയ്യുന്ന ശക്തനായ ഒരു ദൈവ മനുഷ്യനാണ്. നല്ല യൗവനക്കാരനാണ്. എന്നാൽ തിമോത്തിയോസിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പറയാം. ആരാണ് തിമോത്തിയോസിന്റെ പിതാവ്? തിമോത്തിയോസിന്റെ പിതാവ് ഒരു യൗവനായ സമുദായത്തിൽപ്പെട്ടവനാണ്. എന്ന് വെച്ചാൽ ഒരു ഗ്രീക്കുകാരനാണ് തിമോത്തിയോസിന്റെ പിതാവ്. ആരാണ് തിമോത്തിയോസിന്റെ അമ്മ? തിമോത്തിയോസിന്റെ അമ്മ എന്ന് പറയുന്നത് അവൻ യഹൂദ സ്ത്രീയാണ്. എന്ന് വെച്ച് പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, സാക്ഷ്യമുള്ള ഒരു യഹൂദ സ്ത്രീയാണ്. അതുകൊണ്ടാണ് പൗലോസ് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, എന്റെ മകനായ തിമോത്തിയോസേ, നിന്നിലുള്ള വിശ്വാസം നിന്നിലും നിന്റെ അമ്മയിലും നിന്റെ വലിയമ്മയിലും കണ്ടു. ഒരു സ്വതന്ത്രം ചെയ്യാൻ പറ്റുമോ? തിമോത്തിയോസേ, നിന്നിലുള്ള വിശ്വാസം നിന്റെ അമ്മയിൽ ഞാൻ കണ്ടു. അമ്മയിൽ കണ്ട വിശ്വാസം നിന്റെ വലിയമ്മയിൽ കണ്ടു. ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയാ, ഈ നന്മ മാത്രമല്ല നമ്മുടെ മേൽ ആത്മപകർച്ചയായിട്ട് വരുന്നത്, അപ്പന്റെയും അമ്മയുടെ വിശ്വാസം നമ്മിലേക്ക് പകരപ്പെടും. ഇന്ന് ഒന്നുകൂടി പറയാ, അവൻ മെറ്റീരിയൽസ് നന്മ മാത്രമല്ല നമ്മുടെ മേൽ അവ പകരപ്പെടുന്നത് അമ്മയുടെ വിശ്വാസം മക്കളിലേക്ക് പകരപ്പെടും, അല്ലേ? അവൻ മക്കളുടെ വിശ്വാസത്തിന് കാരണമാകേണ്ടത് മാതാപിതാക്കളുടെ വിശ്വാസമാണ്. ഇന്ന് രാത്രി ഇതിനകത്ത് തലവണക്കിയ മാതാപിതാക്കളെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുക, നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ മക്കളിലേക്ക് വരും. നിങ്ങളുടെ വിശ്വാസത്തിന്റെ ആഴം നിങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക് വരും. കരുണീയർത്ത് ദൈവത്തെ ഒന്ന് സ്വന്തം ചെയ്യാമോ? ഞാന് അവൻ സ്തോത്രം, എന്റെ കുഞ്ഞുങ്ങള് അവൻ ചെറുതായിരിക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഞാൻ ഏറ്റവും അധികം ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നത് ഒറ്റക്കിരുന്ന് മണിക്കൂറുകൾ പാട്ട് പാടി ഞാൻ എന്റെ ദൈവത്തെ ആരാധിക്കും. മണിക്കൂറുകൾ സിയോൻ ഗീതാവലി എടുത്തു വെച്ച് ഞാൻ മണിക്കൂറുകൾ ഒറ്റക്കിരുന്ന് പാട്ട് പാടും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ഞാൻ വൈഫോടെ ഇരിപ്പുണ്ട്, ഞാൻ സിയോൻ ഗീതാവലി എടുത്തു വെച്ചിട്ട് ഓരോ പാട്ടുകൾ എടുക്കും. എന്നിട്ട് മുറിക്കകത്ത് ഒരു വാതിലടച്ച് ചുമ്മാ ഇരുന്ന് പാടും. പാടി പാടി ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ വാവിട്ട് കരയാൻ തുടങ്ങും. ചില സമയത്ത് ആ മുറിക്കകത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ ഞാൻ ആത്മവിവശതയിൽ അവൻ താഴെ വീഴാറുണ്ട്. ആരും കൈവെക്കാറില്ല. അങ്ങനെ കുഞ്ഞുങ്ങൾ അല്പം വളരാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഈ കുഞ്ഞുങ്ങളുമായിട്ട് മുറിക്കകത്തോട്ട് കയറും. എന്നിട്ട് ഇങ്ങനെ പാടും. പാടി 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 അത് ഒരു പാട്ടിൽ തുടങ്ങി ഇഷ്ടംപോലെ പാട്ടിങ്ങനെ കോർത്തിണക്കി കുഞ്ഞുങ്ങളോടിരുന്ന് പാടും. എന്റെ കൂടെ അവരും പാടാൻ തുടങ്ങി. അതെ, എന്റെ ശബ്ദം ശരിയല്ലായിരുന്നു. പാടി 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 ഈ പാടുന്ന പാട്ട് കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കാൻ തുടങ്ങി. അതെ, ഞാൻ വളരെ ആഗ്രഹത്തോടെ രക്ഷിക്കപ്പെട്ട സമയത്ത് എന്റെ അകത്തൊരു കൊതിയാണ് ദൈവത്തെ പാടുമ്പോൾ ഇങ്ങനെയൊക്കെ കീബോർഡ് വായിച്ചൊക്കെ പാടണം. അതുകൊണ്ട് കിട്ടിയ കാശിന് ഞാൻ പോയി ഒരു ഗിറ്റാർ വാങ്ങിച്ചോണ്ട് വന്നു. അവൻ എന്നിട്ട് മുറിക്കകത്ത് കയറി വായിക്കാൻ തുടങ്ങി. വായിക്കാൻ നോക്കിയിട്ട് ഒട്ടും പറ്റുന്നില്ല. എങ്ങനെയൊക്കെ വായിക്കാൻ നോക്കിയിട്ടും വിരൽ ഓടുന്നില്ല. അവസാനം ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് വായിക്കാൻ ഒക്കുന്നില്ല, പക്ഷെ എന്റെ പോരായ്മ ഞാൻ കുഞ്ഞുങ്ങളെ തീർക്കും.
ഞാൻ ഈ ഗിറ്റാർ വെച്ചിട്ട് ഈ കുഞ്ഞുങ്ങൾ രണ്ടുപേരും പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ പറയും, കർത്താവേ, എന്റെ ആഗ്രഹമാണ് എന്റെ ഭവനത്തിനകത്തിരുന്ന് എന്റെ മക്കളുമായി ദൈവത്തെ മണിക്കൂറുകൾ ആരാധിക്കണം. ഒന്ന് കർത്താവിന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ദൈവമക്കളെ, സംഭവിച്ച എന്താണെന്നറിയാമോ? ഞാൻ പോലും അറിയാതെ ആ കുഞ്ഞുങ്ങളുടെ വിരലുകളെ ദൈവം അഭിഷേകം ചെയ്യാൻ തുടങ്ങി. അവൻ ഏകദേശം 8 വയസ്സുള്ള അവൻ എന്റെ മോന്റെ മേൽ ദൈവ സാന്നിധ്യം ചലിച്ചു. അവന്റെ വിരലുകളുടെ മേൽ ദൈവശക്തി വ്യാപരിച്ചു. രണ്ടാമത്തെ മോനുണ്ട്, അവൻ ഏകദേശം 9 വയസ്സായപ്പോൾ അവന്റെ വിരലുകളുടെ മേൽ ദൈവ സാന്നിധ്യം ചലിക്കാൻ തുടങ്ങി. അവൻ ഗിറ്റാർ വായിക്കാൻ തുടങ്ങി. ആരും പഠിപ്പിച്ചിട്ടല്ല, ആരുടെ മോടുത്ത് പഠിച്ചിട്ടല്ല, ദൈവ കൃപയുടെ വ്യാപാരം ആ കുഞ്ഞുങ്ങളുടെ മേൽ വരാൻ തുടങ്ങി. ഇന്ന് രാത്രി വേളയിൽ ഞാൻ ഒരു കാര്യം പറയാം, പിതാവെ, നീ ആരാധിക്കുന്നവരാണ്, മാതാവേ, നീ ആരാധിക്കുന്നവരാണെങ്കിൽ നിന്റെ മേലുള്ള അഭിഷേകത്തിന്റെ പകർച്ച നിന്റെ തലമുറയുടെ മേൽ വരും. അവൻ ഒന്നുകൂടി പറയാം കേട്ടോ, അവൻ നല്ല ദൈവദാസന്മാരെ കണ്ടാൽ, നല്ല അഭിഷിക്തന്മാരെ കണ്ടാൽ നമ്മൾ കുഞ്ഞുങ്ങളെ ഓടിക്കൊണ്ടിയെന്ന് കൈവച്ചിട്ട് പറയും, പക്ഷേ ഒന്ന് കൈവച്ച് പ്രാർത്ഥിക്കണേ, ഒന്ന് കൈവച്ച് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞ് നമ്മൾ കുഞ്ഞുങ്ങളെ അടുത്തു കൊണ്ടുപോയി കൈവച്ച് പ്രാർത്ഥിപ്പിക്കും. പക്ഷെ ഞാൻ പറയുന്നത്, നിങ്ങളുടെ മേലൊരു അഭിഷേകമുണ്ടെങ്കിൽ, നിങ്ങളുടെ മേലൊരു ദൈവകൃപയുണ്ടെങ്കിൽ, ആ ദൈവകൃപ വേണം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ വരാം. എത്ര പേർക്ക് മനസ്സിലായി എന്നറിയില്ല. വാസ്തവത്തിൽ അവൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ സാം ലീഡ് ചെയ്യുന്ന ഞാൻ കണ്ടില്ല. പക്ഷെ ഇന്ന് താൻ ഇവിടെ നിന്ന് ലീഡ് ചെയ്യുന്ന കണ്ടപ്പോ എനിക്ക് ഒരുപാട് സന്തോഷമായി, എന്റെ ഹൃദയത്തിൽ ഒത്തിരി സന്തോഷമായി. ഞാൻ പറയുന്നത്, നമ്മുടെ അഭിഷേകം, നമ്മുടെ മേലുള്ള ദൈവകൃപ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറയാം. വിശ്വാസം എന്ന് പറയുന്നത് അവൻ പകരപ്പെടുന്നതാണ്. വേഗത്തിൽ വരാൻ കേട്ടോ. തിമോത്തിയോസിന്റെ മേൽ ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം എങ്ങനെ വന്നു? അമ്മയിൽ നിന്ന് വന്നു. അമ്മയുടെ മേൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഇതെങ്ങനെ വന്നു? വലിയമ്മയിൽ നിന്ന് വന്നു. അപ്പോ 3 ജനറേഷനിലേക്ക് വിശ്വാസത്തിന്റെ പകർച്ച നടക്കാനിടയായി. വലിയമ്മയുടെ വിശ്വാസം അമ്മയുടെ മേൽ വന്നു, അമ്മയുടെ വിശ്വാസം തിമോത്തിയോസിന്റെ മേൽ വന്നു. ഇനി തിമോത്തിയോസും പൗലോസും തമ്മിലുള്ള ഒരു വ്യത്യാസം കൂടി പറയാം. തിമോത്തിയോസ് ആരാന്ന് ഞാൻ പറഞ്ഞു, യവനായക്കാരനാണ്. പൗലോസിന്റെ ആരാണ്? പൗലോസ് എന്ന് പറയുന്നത് പക്ക യഹൂദനാണ്. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നൊരു വാക്യമുണ്ട്, നിങ്ങൾക്കാർക്കെങ്കിലും ജഡത്തിൽ ആശ്രയിപ്പാൻ വകയുണ്ടെങ്കിൽ നിങ്ങളെക്കാൾ അധികം എനിക്ക് ആശ്രയിപ്പാനുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾക്കാർക്കെങ്കിലും കോളർ പൊക്കാനുണ്ടെങ്കിൽ നിങ്ങളെക്കാൾ അധികം എനിക്കുണ്ട്. എന്താണ്? ഞാൻ എബ്രായനിൽ നിന്ന് ജനിച്ച എബ്രായൻ. എന്താണ് എബ്രായൻ? പക്ക യഹൂദന. യഹൂദന്റെ വീട്ടിൽ ജനിച്ചവനല്ല ഞാൻ പക്ക യഹൂദന. അതെ, അടുത്ത് പറയാണ് ബെന്യാമിൻ ഗോത്രക്കാരനാ. ആരായി ബെന്യാമിൻ ഗോത്രക്കാരൻ? ഇസ്രായേലിന്റെ 1ാമത്തെ രാജാവായ ശൗല് ബെന്യാമിൻ ഗോത്രക്കാരനാണ്. അങ്ങനെയാണെങ്കിൽ രാജ കുടുംബത്തിലാണ് ഞാനും ജനിച്ചത്. ഇനി ന്യായപ്രമാണം സംബന്ധിച്ച് ഞാൻ പരീശനാണ്. എന്ന ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ അന്നത്തെ ഏറ്റവും വലിയ തിയോളജിയൻ എന്ന് പറയുന്നത് ഗമാലിയൻ എന്ന് പറയുന്ന മനുഷ്യനാണ്. ഏത് രാത്രിയിലും തിരുവചനത്തിന്റെ തോറ കാണാതെ പഠിപ്പിക്കാൻ പറയാൻ കഴിവുള്ളവന് ഗമാലിയൻ. ഗമാലിയന്റെ പാദപീഠത്തിലിരുന്ന് തിരുവചനം അഭ്യസിച്ചവനാണ് ഈ ശൗൽ എന്ന് പറയുന്ന മനുഷ്യൻ. ഇത് പോരാഞ്ഞിട്ട് പൗലോസ് പറയാണ്, ശുശ്കാന്തി സംബന്ധിച്ച സഭയെ എന്ന് വെച്ചാൽ എന്റെ മേൽ ഒരു എരിവുണ്ടായിരുന്നു. എന്റെ മേൽ അവൻ സഭയ്ക്ക് വേണ്ടി ഒരു എരിവുള്ള മനുഷ്യനായിരുന്നു. എന്നിട്ട് ഇത്രയുമുള്ള ഈ പൗലോസ് തിമോത്തിയോസ് എന്ന് പറയുന്ന ഈ യൗവനക്കാരനെ വിളിച്ച 2-3 പേരുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, എന്റെ കൂട്ടുവേലക്കാരൻ. എല്ലാവരും പറഞ്ഞേ, എന്റെ കൂട്ടുവേലക്കാരൻ. 2, സഹശുശ്രൂഷകൻ. 3, എന്റെ മകൻ. 3 പേരുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. 1, എന്റെ കൂട്ടുവേലക്കാരൻ. 2, സഹശുശ്രൂഷകൻ. 3, എന്റെ മകൻ. ദൈവമക്കളെ, യവനായ കുടുംബത്തിൽ ജനിച്ച ഒരു മനുഷ്യനെ യഹൂദനായ ഒരു മനുഷ്യൻ കൈ കൊടുക്കില്ല. അറിയാമോ നിങ്ങൾക്ക്? ശമരിയക്കാരും യഹൂദന്മാരും തമ്മിലുള്ള സമ്പർക്കമില്ലായ്മയുണ്ടല്ലോ. ഇത് തന്നെയാണ് യവനായക്കാര് തമ്മിൽ. യവനായ സമൂഹത്തിൽപ്പെട്ട ഒരാള് യഹൂദ സമുദായത്തിൽപ്പെട്ട ഒരാൾക്ക് കൈ കൊടുക്കില്ല. അവരുമായി കണക്ഷൻ ഉണ്ടാവില്ല, അവരുമായിട്ട് ബന്ധമുണ്ടാവത്തില്ല.
എന്നാൽ ഇത്രമാത്രം ഉയർച്ചയിൽ നിൽക്കുന്ന പൗലോസ് ക്രിസ്തുവിനെ കണ്ടപ്പോൾ നടിച്ചു വരിടിച്ചു കളഞ്ഞു. ഒരു ആമേൻ പറയാൻ പറ്റുമോ? എന്ന് വെച്ചാൽ നമ്മുടെ ഭാഷ പറഞ്ഞാൽ അയിത്തം അങ്ങ് മാറിയെന്നു. ഹല്ലേലൂയ. മനസ്സിലായില്ലല്ലേ? ഞാൻ ഏറ്റവും കൂടുതൽ അയിത്തം കണ്ടിരിക്കുന്നത് ജാതികളിലല്ല, പകരം പെന്തക്കോസ്തിനകത്ത്. നാളെ പ്രസംഗിക്കാൻ ഒത്തില്ലേലും കുഴപ്പമില്ല. ഇത് ലൈവിലൂടെ ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ അവർക്കുള്ളൊരു ദൂതാണ്. ഞാൻ ഏറ്റവും അയിത്തം കണ്ടിരിക്കുന്നത് ഇതിനകത്ത് താണവനൊരു കൂട്ട്, ഉയർന്നവനൊരു കൂട്ട്, നിറമുള്ളവനും നിറമില്ലാത്തവനൊരു കൂട്ട്. എന്നാൽ ഇന്ന് രാത്രി വേളയിൽ അഴിയേണ്ടത് പുറത്തെ ചട്ടയല്ല, അഴിയേണ്ടത് അകത്തെ ബന്ധനമാണ്. ഹല്ലേലൂയ. കറുത്തവനൊരു സഭയില്ലെന്നേ, വെളുത്തവനൊരു സഭയില്ലെന്നേ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളൊക്കെ ഒരു സഞ്ചാര സുവിശേഷകന്മാരാ. ഇടയ ശുശ്രൂഷ ചെയ്യുമ്പോൾ തന്നെ 94 മുതൽ പൊതു ശുശ്രൂഷകന്മാരാ. AG, ചർച്ച് ഓഫ് ഗോഡ്, ന്യൂ ഇന്ത്യ, അസംബ്ലീസ് ഓഫ് ഗോഡ്, അതുപോലെ IPC എല്ലാ ചർച്ചും മാറി മാറി പ്രസംഗിക്കുന്നവരാ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കണ്ട കാഴ്ച എന്താണെന്നറിയാമോ? ഈ വെളുത്തവർ തമ്മിലൊരു കൂട്ടായ്മ, കറുത്തവർ മാത്രം ഒരു കൂട്ടായ്മ. അവൻ കുലഹീനരും അവൻ ദരിദ്രരുമായുള്ള വേർതിരിമ. എന്നാൽ പൗലോസിന്റെ ഭാഷ പറഞ്ഞാൽ ഇതൊന്നും നമ്മുടെ നടുവിൽ പാടില്ല. ക്രിസ്തുവിൽ ഒന്നായിരിക്കണം. ഒരല്ലുറക്കെ പറയണം, ക്രിസ്തുവിൽ ഒന്നായിരിക്കണം. ഞാന് ഒരിക്കല് ചർച്ചിൽ ഇങ്ങനെ പറഞ്ഞു, അടുത്ത ഞായറാഴ്ച അവൻ കർത്താവിന്റെ മേശ തുടങ്ങുന്നതിന് മുൻപ് കാല് കഴുകി ശുശ്രൂഷ ഉണ്ടായിരിക്കും. കാലുകഴുകി ശുശ്രൂഷ ഉണ്ടായിരിക്കും. ഞാനിത് പറഞ്ഞ മാത്രയിൽ അടുത്തിരിക്കുന്ന മറിയാമ്മ സോസാമയോട് പറയുക, സോസാമേ അടുത്ത ആഴ്ച എന്റെ അടുത്തിരിക്കണേ, അടുത്ത ആഴ്ച എന്റെ അടുത്തിരിക്കണേ. അവക്കറിയാച്ച പറഞ്ഞു അടുത്ത ആഴ്ച എന്റെ അടുത്തിരിക്കണേ. ഈ വെളുത്തവർ തമ്മിൽ പറഞ്ഞു എന്റെ അടുത്തിരിക്കണേ. അവർ പറഞ്ഞു എന്റെ അടുത്തിരിക്കണേ. ഞാൻ നോക്കിയപ്പോ ഉണ്ടല്ലോ, ഞായറാഴ്ച കാല് കഴുകാൻ ചർച്ചിലോട്ട് വന്നിരിക്കുന്നവരല്ല, വെളുത്തവർ തമ്മിൽ അടുത്തിരിക്കുന്നു, കറുത്തവർ തമ്മിൽ അടുത്തിരിക്കുന്നു. എനിക്ക് കാര്യം പിടുത്തം കിട്ടി. ഞാന് പണ്ടൊക്കെ നമ്മൾ ചീട്ട് കളിക്കാൻ നേരത്ത് ചീട്ട് ഷഫിൾ ചെയ്യുന്നത് പോലെ ഒന്ന് ഷഫിൾ ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ പുറകെ ഇരിക്കുന്നവൻ മുമ്പിൽ വാ, മുമ്പിലിരിക്കുന്നവൻ പുറകെ പോക, നടുക്കിരിക്കുന്നവൻ കുറച്ച് ഇപ്പുറത്തോട്ട് വാ, ഇവിടെ ഒന്ന് കുറച്ച് അങ്ങോട്ട് പോ. എന്റെ ഭാഷ പറഞ്ഞാൽ ഇവന്മാരിയല്ല അവൻ ബാബിലോണിൽ അവൻ അവിടെ പണിത സമയത്ത് ഭാഷ കലക്കിയത് പോലെ ഒന്ന് കലക്കി. ഇപ്പോ വെളുത്തവന്റെ അടുത്ത് കാല് കഴുകാൻ കറുത്തവന്റെ അടുത്ത് കാല് കഴുകാൻ വെളുത്തവൻ. ഒരു വല്ലാത്ത ഗതികേടായി പോയി. എല്ലാം കൂടി പോയി കാല് കഴുകി വന്നിട്ട് ഞാൻ പറഞ്ഞു, മോനെ ഇതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. ഒരു ഹല്ലേലൂയ പറ. ഇന്ന് രാത്രി വേളയിൽ ഇതിനകത്ത് അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുമ്പോഴും ഇതിനകത്ത് തമ്പുരാനെ ആരാധിക്കുമ്പോഴും അവൻ ഒരിത്തിരി അയിത്തമുള്ള ചിലരൊക്കെ ഉണ്ടെന്നേ. പക്ഷേ അവരോട് സംസാരിക്കത്തില്ല. അല്ല സഹോദരി, അവിടെ നിന്ന് ആഹാരം കഴിക്കാം. പിന്നെ അവിടെ എച്ചി ആഹാരം അത് ഞാൻ കഴിക്കത്തില്ല. പിന്നെ ഒരിക്കൽ ചർച്ച കഞ്ഞിമാരും വെച്ചപ്പോ അവൻ സീത ഒരാച്ചാൻ കഞ്ഞി കഴിക്കാതെ പോകും. അപ്പൊ ഞാൻ പുറകെ ഓടിച്ചെന്നിട്ട് വെച്ചാൽ എന്താ കഞ്ഞി കഴിക്കാതെ? ഞാൻ ഇങ്ങനെ ഈ എച്ചി ആഹാരം കഴിക്കത്തില്ല. ഒരല്ലോ പറഞ്ഞ് എനിക്കൊരു സ്വഭാവമുണ്ട്. ഇങ്ങനെയൊക്കെ കേട്ടാൽ ഞാൻ ഇങ്ങനെ ചിരിച്ചു വിടില്ല, ഞാൻ അപ്പം തന്നെ പ്രതികരിക്കും. ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു കർത്താവേ, ഈ ചേട്ടന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ചേട്ടൻ ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്നത് റോയൽ ഫുഡാണ്. എച്ചി ആഹാരം ഇയാൾക്ക് പിടിക്കില്ല. ആ റോയൽ ഫുഡ് ഒന്ന് മാറ്റണേ. രണ്ടാഴ്ച ജോലി പോയി. ഇപ്പൊ അച്ഛൻ പറയാ, അയ്യോ ജോലി പോയി. ഞാൻ പറഞ്ഞു എച്ചിൽ ആഹാരം കഴിക്കുക. അവൻ ഷവർമ ഇന്നത് മാത്രമല്ല, VIP മാത്രമല്ല കഴിക്കത്തുള്ളൂ. അന്നൊരു കാര്യം ചെയ്യ്, ഇതുകൂടി അങ്ങ് കഴിച്ചോ. ദൈവമൈതലേ, ഇതിനകത്ത് വരുമ്പോ നമ്മുടെ നിറമൊക്കെ മാറണം. ഒരു ഹല്ലേലൂയ പറ. നമ്മുടെ ക്വാളിറ്റി ഒക്കെ മാറണം. നമ്മൾ എത്ര വലിയ കുടുംബത്തിൽ ജനിച്ചവരാണേലും ഇതിനകത്ത് വരുമ്പോ നിന്റെ എല്ലാം ഇടിച്ച് ഇന്ന് മുതൽ ഒരുമിച്ച് ക്രിസ്തുവിനെ ആരാധിക്കുന്നവരാക്കി ഇന്ന് രാത്രി മാറട്ടെ. കരമുയർത്തി ദൈവത്തോട് സ്തുതിച്ച് ഞാൻ ആ ഭാഗം ഒന്ന് പറഞ്ഞു വിടുകയാകട്ടോ. എന്തോ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇടപെട്ടത് കൊണ്ട് പറയുക. കരം ഉയർത്തി നല്ലൊരു ആമേൻ പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസേ, നിങ്ങൾ തിമോത്തിയോസിനെ വിളിച്ചൊരു പേരില്ലേ? എന്നെ വിളിച്ചത് സഹശുശ്രൂഷകൻ,
എന്റെ മകൻ, മക്കളെ, ഇത്രയും വലിയൊരു മനുഷ്യൻ താഴ്ന്ന കുടുംബത്തിൽ നിന്ന് വന്ന തിമോഥെയോസിനെ കയറി എന്റെ മകനെന്ന് വിളിക്കാൻ കാണിച്ച ആർച്ചവറ്റത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഇനി പൗലോസും തിമോഥെയോസും തമ്മിലുള്ള അടുത്ത ബന്ധം എന്താണെന്നറിയാമോ? പൗലോസ് മരിക്കാൻ കിടക്കുന്നതിന് തൊട്ടു മുൻപ് പൗലോസിനെ ആരെങ്കിലും വന്ന് കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് തിമോഥെയോസ് ആണ്. പൗലോസിനെ അവസാനം കൊണ്ടുപോയിട്ട് റോമൻ കാരാഗ്രഹം നിങ്ങൾക്കറിയാമോ? റോമൻ കടൽ തീരത്തിൽ നിന്ന് ഏകദേശം നടന്നു പോയാൽ 5 മിനിറ്റ് മാത്രം നടക്കാവുന്ന ദൂരത്തിൽ പാറയിൽ നിന്നും താഴേക്ക് വെട്ടിയെടുത്ത ഒരു കൊച്ചു ഗുഹക്കകത്താണ് പൗലോസിനെ കിടത്തിയിരിക്കുന്നത്. പൗലോസ് കിടക്കുന്ന ആ തടവറയുടെ മറ്റൊരു പ്രത്യേകത, ഈ ലൈറ്റ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് പോലെ തടവറയുടെ മുകളിൽ ഒരു വെന്റിലേറ്റർ, ഒരു ചെറിയ ഡോർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്താണ് തടവറയിലെ കാലുകളെ ഇറക്കി വിടുന്നത്. പുറത്തുനിന്ന് കയറാൻ മറ്റൊരു വാതിലില്ല. ഈ ജനൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത് പോലെ ഈ തടവറയുടെ ചുറ്റിലും അവർ വെന്റിലേറ്റർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? കടൽ തീരത്തിൽ നിന്ന് അടിക്കുന്ന കാറ്റിൽ മഞ്ഞ് ഉരുകി വന്ന് തടവറക്കകത്തേക്ക് വീണ് കഴിയുമ്പോൾ അതിനകത്ത് കിടക്കുന്ന ജയിൽ പുള്ളികൾ തണുപ്പ് സഹിക്കാൻ വയ്യാതെ മരവിച്ച് മരിക്കുമ്പോൾ കൊണ്ടുപോയി മൂടുന്നത്. ബലഹീനനായ പൗലോസ്, ശരീരം സ്ഥൂലിച്ച പൗലോസിനെ കൊണ്ടുപോയിട്ടിരിക്കുന്നത് ഈ തടവറക്കകത്താണ്. ഈ തടവറയിൽ കിടന്ന് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മരം കൊച്ചുന്ന തണുപ്പിന്റെ നടുവിൽ പൗലോസിന് മനസ്സിലായി, ഞാൻ ഇവിടെ കിടന്ന് മരിക്കാൻ തുടങ്ങുന്നു. പൗലോസ് തന്റെ നിജപുത്രനായ തന്റെ മകനായ തിമോഥെയോസിന് കത്തെഴുതി. ആ കത്തിങ്ങനെയാ, എന്റെ മകനായ തിമോഥെയോസേ, മോനെ, എത്രയും പെട്ടെന്ന് നീ എന്റെ അടുക്കൽ വരണം. ഇതിനകത്ത് തണുപ്പ് കൊണ്ട് സഹിക്കവയ്യ. മോനെ, നീ വരുമ്പോൾ അപ്പച്ചന്റെ പുതപ്പും ചർമ്മലിഖിതം കൂടി കൊണ്ടുവരണേ. ഞാന് ഒരു ഭാഗം വായിച്ച് ഞാൻ വാവിട്ട് കരഞ്ഞൊരു ഭാഗം പറയാം. പൗലോസ് കിടന്ന തടവറക്കകത്ത് അല്പം വെളിച്ചം അരിച്ചിറങ്ങുന്നത് സൂര്യൻ തലയ്ക്ക് മീതെ വരുമ്പോഴാണ്. നട്ടുച്ചയ്ക്ക് മാത്രമാണ് അവൻ സൂര്യൻ തലയ്ക്ക് മീതെ വരുമ്പോഴാണ് ഇതിനകത്തേക്ക് വെളിച്ചം ഇറങ്ങുന്നത്. ആ വെളിച്ചം വരാൻ പൗലോസ് കാത്തിരിക്കും. ആ വെളിച്ചം വരുമ്പോൾ പൗലോസ് സഹതടവുകാരോട് പറയും, ആ മൂലക്ക് കിടക്കുന്ന കല്ല് ഒന്ന് ഉരുട്ടിക്കൊണ്ടുവന്ന് ഈ വെളിച്ചം ഇറങ്ങുന്നതിന് താഴെ ഇട്ട് കൊടുക്കാൻ പറയും. അവര് കല്ലുരുട്ടി കൊണ്ടുവന്ന് ഈ വെളിച്ചം ഇറങ്ങുന്നതിന് താഴെ ഇടും. ആ വെളിച്ചം അരിച്ചിറങ്ങുമ്പോൾ പൗലോസ് ഒരുത്തന്റെ കയ്യിലേക്ക് മഷിക്കുപ്പി കൊടുക്കും. എന്നിട്ട് ചർമ്മലിഖിതം ആ മഷിക്കുപ്പിയിൽ മുക്കിയിട്ട് അവൻ ആ തൂലിക ഇങ്ങനെ പിടിച്ച് ആ വെളിച്ചത്തിന് സമാനമായി കാണിച്ച് അവൻ എഴുതി തുടങ്ങും ലേഖനം. നട്ടുച്ച കഴിയുമ്പോൾ സൂര്യൻ മറയുമ്പോൾ വീണ്ടും അതിനകത്ത് ഇരുട്ട് വരും. നിങ്ങൾക്കറിയണോ, പൗലോസിന്റെ ഒറ്റ പ്രാർത്ഥന, ദൈവമേ, എത്രയും പെട്ടെന്ന് സൂര്യൻ തലയ്ക്ക് മീതെ വരണം. എന്തിനാണെന്നറിയാമോ? ദൈവസഭയ്ക്ക് ലേഖനം എഴുതാൻ. എന്താണ് എഴുതാന്നറിയണ്ടേ? അവിടെ കിടന്ന് പൗലോസ് പറയുക, ഞാൻ നിങ്ങളോട് പിന്നെയും പറയുന്നു, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. ദൈവമക്കളെ, നമുക്ക് യേശുക്ക് സമാനമായ മുറിക്കകത്തിരുന്ന് ഇത്രയും സന്തോഷത്തോടെ വചനം കേട്ടോ, നമ്മെ ഇത്ര അനുഗ്രഹിച്ചിട്ടോ നമുക്ക് സന്തോഷിക്കാൻ കഴിയാതിരിക്കുമ്പോൾ പൗലോസ് തടവറക്കകത്ത് വിറച്ച തൂലിക പിടിച്ചുകൊണ്ട് പറയുക, ഞാൻ നിങ്ങളോട് പറയുന്നു, കർത്താവിൽ സന്തോഷിപ്പീൻ. ആരോടൊക്കെയോ ഇന്ന് രാത്രി ഒരു കാര്യം പറയട്ടെ, സന്തോഷിപ്പാൻ ഈ ലോകത്തും മറ്റൊരു വകയില്ലെങ്കിലും നിങ്ങൾക്ക് കർത്താവിൽ സന്തോഷിക്കാൻ കഴിയണം. ആ കരം അടിച്ചത് നന്ദി പറ. ഈ ലോകത്ത് മറ്റൊന്നും സന്തോഷിപ്പാൻ വകയില്ലെങ്കിലും, സന്തോഷിപ്പാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിലും ക്രിസ്തുവിൽ നിങ്ങൾ സന്തോഷിക്കണം. ഹല്ലേലൂയ. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറ. ക്രിസ്തുവിൽ നിങ്ങൾ സന്തോഷിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ചരിത്രം ദൈവം മാറ്റും. ഈ അകത്ത് ക്രിസ്തുവിൽ സന്തോഷമുള്ളവനെ ഈ മുഖം കണ്ടാൽ അറിയാം. ഞങ്ങള് ഈ ഫോട്ടോ വെച്ച് കർത്താവിന്റെ വേല തുടങ്ങിയപ്പോ ഒരു സൈക്കിളിന് വേണ്ടി 6 വർഷം പ്രാർത്ഥിച്ചു. ഒരു സൈക്കിളിന് വേണ്ടി
കുറച്ച് കഴിഞ്ഞപ്പോൾ ആര് പറഞ്ഞു, ഒരു ബൈക്ക് ലോൺ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എല്ലാ ദിവസവും ഒരു ലോൺ എടുക്കാൻ ബൈക്കിന് വേണ്ടി ബാങ്കിൽ ചെല്ലും. അപ്പൊ മാനേജർ പറയും, സാലറി സർട്ടിഫിക്കറ്റ് വേണം. എവിടെ നിന്ന് കിട്ടാൻ? രണ്ട്, നിങ്ങളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് വേണം. അതെനിക്കില്ല താനും, ഒന്നുമില്ല. പിന്നെ എവിടെ നിന്ന് കിട്ടാനാ? എന്നാലും പുള്ളി പറയും, നാളെ വാ സംസാരിക്കട്ടെ. എല്ലാ ദിവസവും ചെല്ലും. ബാങ്ക് അവധിയായ ദിവസം ഒഴിച്ചു ബാക്കി എല്ലാ ദിവസവും പോകും. ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ലോൺ തരാൻ പറ്റില്ല, ലോൺ തരാൻ പറ്റിയ പരുവല്ല. അങ്ങനെ തിരിച്ചു വീട്ടിൽ വന്നപ്പോൾ വൈഫ് എന്നോട് പറഞ്ഞു, നമ്മൾ ഇത്രയും വർഷം ബസ്സിനല്ലേ പോയി മീറ്റിംഗ് നടത്തുന്നേ. അപ്പൊ രാവിലെ ഞായറാഴ്ച രാവിലെ തൂങ്ങിക്കിടന്ന ബസ്സിന് പോണേ, ഭയങ്കര തിരക്കാണ്. അപ്പൊ ഈ 4 വർഷം തൂങ്ങിക്കിടന്ന് ഞങ്ങൾ ആരാധനക്ക് പോകും. ആരാധന കഴിഞ്ഞ് തിരിച്ചു വരും. അപ്പോഴും തൂങ്ങിക്കിടന്നാ വരുന്നത്. ഒരു മടിയുമില്ല, ആരാധനക്കൊരു കുറവുമില്ല, കയ്യടിക്കൊരു കുറവില്ല, പാട്ടിനൊരു കുറവില്ല, നൃത്തത്തിനൊരു കുറവില്ല. അവൻ ഒരു ദിവസം ഞങ്ങള് തിരിച്ചു പോകാൻ വണ്ടിക്കാശില്ല. ഫോട്ടോ വെച്ച് ഇന്ന് കിലോമീറ്ററുകൾ നടക്കണം, തിരിച്ചു പോകാൻ വണ്ടിക്കാശില്ല. കോട്ടയം മീറ്റിംഗ് കഴിഞ്ഞിട്ട് എല്ലാവരും പോകുന്നത് വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അവർ ചോദിച്ചു, നിങ്ങൾ പോകുന്നില്ല? ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ പോകാം, വെയിറ്റ് ചെയ്യും. എല്ലാവരും പോയതിനു ശേഷം ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് റോഡിൽ കൂടി നടക്കാൻ തുടങ്ങി. നടന്ന് അവൻ 9 മണിക്ക് കോട്ടയം മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയ രാത്രി 2 മണിക്കാണ്. നടക്കാൻ തുടങ്ങി. ഓട്ടോറിക്ഷയ്ക്ക് പോകാം, കൈ കാശില്ല. അല്പം നേരത്തെ പോയി നിങ്ങൾ ബസ് കിട്ടുമായിരുന്നു, കാശില്ല. പക്ഷെ ഒരു മടിയില്ല. ഞങ്ങളിങ്ങനെ പാട്ടൊക്കെ പാടി, വർഷിപ്പിന്റെ സോങ് ഒക്കെ പാടി, അതിലായിട്ട് ആരാധിക്കേണ്ട പാട്ടിനെ ഒരു ട്രെയിനൊക്കെ എടുത്ത് ഇങ്ങനെ ബൈബിൾ പിടിച്ച് ഞങ്ങൾ നടന്നു പോയി. വീട്ടിലെത്തിയപ്പോ അമ്മ വിചാരിച്ചു, ഇത്രയും രാത്രിയായില്ലേ, മക്കൾ വരത്തില്ലെന്ന് കരുതി ഉണ്ടായിരുന്ന ചോറെടുത്ത് വെള്ളത്തിലിട്ടു. നടന്ന് ക്ഷീണിച്ച് ആഹാരം കഴിക്കാൻ ചെന്നപ്പോ ആഹാരം കഴിക്കാനില്ല. ആഹാരം ഉണ്ടായതെടുത്ത് അമ്മയെടുത്ത് വെള്ളത്തിൽ, നമ്മുടെ നാട്ടിൽ അങ്ങനെ പരിപാടിയുണ്ട്, ബാക്കി വരുന്ന ചോറ് ചീത്തയാകാതിരിക്കാൻ എന്ത് ചെയ്യും, വെള്ളത്തിലോട്ടിടും. അമ്മയെടുത്ത് വെള്ളത്തിലിട്ടു. ചെന്നപ്പോ കഴിക്കാനുമില്ല. അങ്ങനെ ഒരു 5-6 വർഷം ഒരു സൈക്കിള് പോലും ഇല്ലാതെ ഞങ്ങൾ നടന്നു. പക്ഷെ ഒരാളോട് പോലും ഞങ്ങൾ പരാതി പറഞ്ഞിട്ടില്ല. ആരാധനക്ക് ഒരു കുറവും കാണിച്ചിട്ടില്ല, കയ്യടിക്ക് ഒരു കുറവും കാണിച്ചിട്ടില്ല. എന്നാൽ ദൈവം തരാൻ തുടങ്ങിയപ്പോ ഉണ്ടല്ലോ, മുതലും പലിശയും അടക്കം ദൈവം കൂട്ടി തന്നു. ഒരു ഹല്ലേലൂയ എന്ന് പറയാൻ പറ്റുമോ? ഞാൻ ഇന്ന് രാത്രി ആരോടോ ഒരു ദൂത് പറയുന്നു, ക്രിസ്തീയ ജീവിതത്തിന്റെ അകത്ത് സങ്കടത്തോടെ സേവിക്കരുത്, അവൻ നിർബന്ധത്താലെ സേവിക്കരുത്. ഈ ദൈവത്തെ സേവിക്കുമ്പോൾ സന്തോഷത്തോടെ വേണം സേവിക്കാൻ. ഹല്ലേലൂയ. കഷ്ടതയുടെ നടുവിലും നിങ്ങൾ സന്തോഷിക്കണം, ആനന്ദത്തിന്റെ നടുവിലും നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചാരാധിക്കണം. ഞാൻ ഇന്നലെ ആരോടോ പറഞ്ഞ്, ഏത് ധനഭാരം ദൈവത്തെ സേവിക്കാമെന്നുള്ളതിന്റെ തെളിവാണ് യോബിന്റെ പുസ്തകം. അല്ലേ? ഏത് ധനവാനും ദൈവത്തെ സേവിക്കാം എന്നുള്ളതിന്റെ തെളിവാണ് യോബിന്റെ പുസ്തകം. 2, എത്ര ധനികനായ മനുഷ്യനും സീറോയായാലും ദൈവത്തെ വിട്ടു പിരിയാതെ ദൈവത്തിന് വേണ്ടി ജീവിക്കാം എന്നുള്ളതിന്റെ തെളിവാണ് യോബിന്റെ പുസ്തകം. അല്ലേ? ഞാൻ കണ്ടതായ ഒരു കാര്യം പറയാം, നിങ്ങൾ ആരും എന്നോട് പണങ്ങല്ലേ. നമ്മുടെ പെന്തക്കോസ്തുകാരുടെ ഇടയിലെ 80% ആളുകൾക്ക് മുഖത്ത് സന്തോഷം ഉണ്ടാകണമെങ്കിൽ നല്ല ജോലി ഉണ്ടാകണം, അവൻ നല്ല ശമ്പളം ഉണ്ടാകണം, വിസയുടെ കാര്യം ഓക്കെയാകണം, കുഞ്ഞുങ്ങളുടെ അഡ്മിഷൻ ഓക്കെയാകണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് ഭയങ്കര സന്തോഷവും പാട്ടും ആനന്ദമായിരിക്കും. പക്ഷെ ഇന്ന് രാത്രി ഈ പുസ്തകം പിടിച്ചോണ്ട് പറയാം, അപ്പോഴല്ല നീ പാടേണ്ടത്. ഒന്നുമില്ലാതിരിക്കുമ്പോൾ, കാലം ശൂന്യമായിരിക്കുമ്പോൾ, സകലതും പ്രതികൂലമായിരിക്കുമ്പോൾ ഇന്ന് രാത്രി പാടി ആരാധിക്കാൻ, കയ്യടിക്കാൻ, നൃത്തം ചെയ്യാൻ നീ തയ്യാറായാൽ യഥാർത്ഥ ആരാധന മക്കളെ, ഞാൻ പറയാം, സുഖലോഭിതയുടെ നടുവിൽ നമുക്ക് പാട്ട് പാടാൻ ഒരു കുഴപ്പമില്ല. എല്ലാം നിനക്ക് അനുകൂലമാകുമ്പോ ആർക്കാ പാട്ട് പാടാൻ പറ്റാത്തത്? ഞാൻ പറയാം, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചക്ക് ലഞ്ച്, രാത്രി ഡിന്നർ, ഇതൊന്നും മുടങ്ങാതെ കഴിക്കുന്ന നമുക്ക് ചുമ്മാ ഇരുന്ന് പാടാം. അതല്ല പാട്ട് ദൈവമക്കളെ. ഒന്നുമില്ലാതിരിക്കുമ്പോൾ, വയറ് കത്തുമ്പോൾ പാടാൻ ഒരുവന് കഴിഞ്ഞാൽ
തിരിച്ചു വരാൻ കേട്ടോ. ഈ ഭാഗം ഒന്ന് തൊട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ശ്രദ്ധിക്കണമേ, പൗലോസും തിമോത്തിയോസും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്ക് മനസ്സിലായോ മക്കളെ? ഒരു കാര്യം കൂടി അറിയണം. തിമോത്തിയോസിനെ അവസാനമായി പൗലോസ് കാണാൻ ആഗ്രഹിച്ചു. ഈ കത്ത് തിമോത്തിയോസിന്റെ കയ്യിൽ കിട്ടിയ സമയം തിമോത്തിയോസ് എന്ത് ചെയ്യുന്നറിയാമോ? 26 കിലോമീറ്റർ ദൂരത്ത് നിൽക്കുന്ന തിമോത്തിയോസ് റോമൻ കാരാഗ്രഹം ലക്ഷ്യമാക്കി അവൻ ചർമ്മലിഖിതവും പുതപ്പും എടുത്ത് കെട്ടിവെച്ച് താൻ യാത്ര തിരിച്ചു നേരെ തടവറയിലേക്ക്. യാത്ര തിരിച്ചെത്തിയ തിമോത്തിയോസ് തടവറയുടെ വാതിക്കൽ വരുന്നത് ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് 3:30 മണിക്ക് 4 ഇടയ്ക്ക് റോമൻ കാരാഗ്രഹത്തിന്റെ വാതിക്കലെത്തി. കാരാഗ്രഹത്തിലെത്തിയ തിമോത്തിയോസ് പാറാവുകാരോട് പറയുന്നു, സാറേ എന്നെ അകത്തേക്കൊന്ന് കയറ്റിവിടാമോ? പാറാവുകാരൻ ചോദിച്ചു, ആരാണ് നീ? ആരെയാണ് നിനക്ക് കാണേണ്ടത്? തിമോത്തിയോസ്, എനിക്ക് തടവറയിൽ കിടക്കുന്ന സൗൽ എന്ന് പറയുന്ന പൗലോസിനെ എനിക്ക് കാണണം. ഉടനെ ആ മനുഷ്യൻ ചോദിക്കുന്നു, ആരാണ് നീ? നിന്റെ പേരെന്താ? എന്റെ പേര് തിമോത്തിയോസ്. ചരിത്രം പറയുന്നു, വാദിക്കാൻ നിൽക്കുന്ന പാറാവുകാരൻ കൈ കൊടുത്തിട്ട് പറഞ്ഞു, നീയാണോ തിമോത്തിയോസ്? അതെ, ഞാനാ തിമോത്തിയോസ്. തിമോത്തിയോസ്, സാറിന് എങ്ങനെ അറിയാം എന്നെ? ആ മനുഷ്യൻ പറഞ്ഞു, എല്ലാ ദിവസവും രാത്രി എനിക്ക് ഈ തടവറയുടെ ചുറ്റും എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. രാത്രി മുഴുവൻ തടവറയുടെ ചുറ്റും ഞാൻ ഇങ്ങനെ ചുറ്റി നടക്കുമ്പോൾ തടവറക്കകത്ത് നിന്ന്, ഇരുട്ട തടവറക്കകത്ത് നിന്ന്, തണുത്തു വിറച്ച തടവറക്കകത്തുനിന്ന് ഒരു ശബ്ദം കേൾക്കാമായിരുന്നു രാത്രിയിൽ. ദൈവമേ, എന്റെ മകൻ തിമോത്തിയോസിനെ ശക്തീകരിക്കണേ. ദൈവമേ, എന്റെ മകൻ തിമോത്തിയോസിനെ ഉപയോഗിക്കണേ. എന്റെ ദൈവമേ, എന്റെ മകൻ തിമോത്തിയോസിനെ ശക്തീകരിക്കണമേ. പൗലോസ് ഒരു നല്ല ലീഡറായിരുന്നു. നല്ല ലീഡർ തന്റെ കൂടെ ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അതെ, ഞാൻ കണ്ടതായ സകല ലീഡേഴ്സും അസൂയയും കുശുമ്പും ഉള്ളവരാണ്. ഒരുത്തൻ കീറിപ്പോകാൻ അനുവദിക്കത്തില്ല. ഒരു ലീഡർ നല്ലൊരു ലാഡറായിരിക്കണം. ആരായിരിക്കണം? ഒരു ലീഡർ ലാഡറായിരിക്കണം. അവൻ മറ്റുള്ളവർക്ക് ചവിട്ടി കേറി പോകാനുള്ള ഒരു ലാഡറാണ് ഒരു ലീഡർ. അവൻ വളർത്തുന്നവനെ വളരുകയുള്ളൂ. ഒരു ഹല്ലേലൂയ എന്ന് പറ. നിങ്ങൾ ആരെയൊക്കെ വളർത്താൻ നിങ്ങൾ മനസ്സ് കാണിക്കുന്നോ, നിങ്ങൾ വളരാൻ തുടങ്ങും. ഹല്ലേലൂയ. അവൻ ജോഷിപ്പാസിനെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് എന്റെ ആത്മീയ പിതാവാണ്. പക്ഷെ ജോഷിപ്പാസിന് ഞാൻ ഒരു ശിഷ്യനേ ഉള്ളൂ. എനിക്കെത്ര ശിഷ്യന്മാരുണ്ടെന്ന് ചോദിച്ചാൽ എന്നെ തീർക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? ഏറ്റവും ചുരുങ്ങിയ 60 ദൈവദാസന്മാർ എന്റെ പുറകിലുണ്ട്. അവരാരും IPC ചർച്ചകൂടിൽ നിന്നും കടമെടുത്തതല്ല, ദൈവം എനിക്ക് തന്നതാണ്. അതെ, അവരെന്നേക്കാൾ ശക്തന്മാരാ. ഞാൻ ഒരു ദിവസം അവന്റെ പുൽപ്പിറ്റിൽ നിന്ന് മാറിയാൽ മാറുന്ന സ്ഥലത്തേക്ക് ഈ മൈക്കെടുത്ത് കയറി എന്നേക്കാൾ അധികം പ്രസംഗിക്കാൻ ഒത്തിരി പേര് ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. മനസ്സിലായോ? ഞാൻ ഒരുത്തരെ വളർത്തുന്നത് കൊണ്ട് ഞാൻ തളരുകയില്ല. വളരുമാറാക്കുന്ന ദൈവം നിന്നെ വളർത്തിക്കൊണ്ടിരിക്കും. ബാബുജി പാഷേ ഇന്ന് രാത്രി ഒരു ദൂത് പറയുക, ഇതിനകത്ത് ഒരുപാട് പേര് വളരാറുണ്ട്, ഒരുപാട് പേര് ഇതിനകത്ത് ഉയരാറുണ്ട്. ഇത് വളരുന്ന സമയ, ഇത് വളർത്തുന്ന സമയ. കരമടിച്ച് ഒരു ദൈവത്തെ ആരാധിക്കാൻ പറ്റുമോ? വളരുന്നവരെ അത് ചിരിക്കുന്ന സമയമല്ല. വളരുന്നവരെ അവരെ കീഴ്മേൽ മാറ്റുന്ന സമയമല്ല. വളരുന്നവന് ഹൃദയം ഉയർത്തുന്ന സമയമല്ല. വളരുന്നവന് കയറി പോകാൻ വീണ്ടും കൊടുക്കുന്ന സമയം. കരമുയർച്ച ദൈവത്തിന് സ്തോത്രം ചെയ്ത്. ഇല്ല, വളരുന്നവനെ താഴ്ത്തരുത്, വളരുന്നവനെ അടിച്ച് താഴ്ത്തിക്കളയരുത്. പക്ഷെ ഒരു കാര്യം ഇതിനകത്ത് പറയും,
പറയാ, വളരാൻ അവസരം കൊടുക്കുമ്പോൾ, വളരാൻ സാഹചര്യം ഒരുക്കി കൊടുക്കുമ്പോൾ, വളരുന്നതിന്റെ കൂട്ടത്തിൽ അവൻ ഏതെങ്കിലും ഒരുത്തൻ വളർത്തുന്ന ദൈവദാസനെ അപ്പുറത്ത് കയറി വചനവിരുദ്ധമായി ഒരുവൻ പോയാൽ അവൻ വളരുകയില്ല, വളർന്ന ചരിത്രമില്ല. ദൈവം അവനെ സ്റ്റോപ്പ് ചെയ്യും. എന്ന കൃപയോടെ നിൽക്കുന്നവനെ ദൈവം വളർത്തിക്കൊണ്ടുവരും. കരമടിച്ച് ഇന്ന് രാത്രി ഒന്ന് ദൈവത്തെ സ്തുതിച്ചേ. രാവിലെ പറഞ്ഞു, വിശ്വസ്തയോടെ വളരുന്നവനെ ദൈവകൃപയാകും. കർത്താവിന് നല്ലൊരു സ്വതന്ത്രം എന്ന് പറഞ്ഞു. ഒരുപാട് അബദ്ധങ്ങൾ പറ്റാറുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് ആർക്കും അബദ്ധം പറ്റരുത്. ഞാന് സ്തോത്രം, ഒരാൾക്ക് ഒരു ചാൻസ് കൊടുത്തു. വേറൊരു ചർച്ചയിൽ നിന്ന് വന്നതാണ്. വന്നൊരു മനുഷ്യന് വർഷിപ്പ് ലീഡ് ചെയ്യാൻ ഒരു ചാൻസ് കൊടുത്തു. പുള്ളി വർഷിപ്പ് ചെയ്ത് 2 ദിവസം കഴിഞ്ഞപ്പോ ഞങ്ങളുടെ ചർച്ചിലുള്ള ഒരു ആന്റി, എന്റെ ഭാഷ പറഞ്ഞ കിളിപോയ ഒരു ആന്റി, അവരെ കയറി വിളിച്ചു പാസ്റ്റർ എന്ന്. അന്ന് വരെ ഇവൻ ഞായറാഴ്ച വരുമ്പോ ഇങ്ങനെ പെണ്ണികളൊക്കെ ഇട്ട് ടീഷർട്ടൊക്കെ ഇട്ട വന്നുകൊണ്ടിരുന്നേ. ഈ പാസ്റ്റർ എന്ന് വിളിച്ചതിന്റെ പിറ്റേ ദിവസം ഞാൻ നോക്കിയപ്പോ ഫുൾ കേക്ക് ഇട്ട് വന്നിരിക്കും. ജീൻസും ബനിയാനും ഇട്ട് വന്നവൻ പാന്റൊക്കെ തയ്പ്പിച്ച് ഇതുപോലെ ഇൻസൈഡൊക്കെ ചെയ്ത് ഫുൾ സ്ലീവായിട്ട് വന്നിരിക്കുന്നു. അപ്പൊ ഞാൻ ഇവനൊരു മാറ്റം ഉണ്ടല്ലോ. ആ കിളി പോയ ആന്റി പിന്നെ വിളിച്ചു പാസ്റ്റർ എന്ന്. കുറച്ചൊന്നും കഴിഞ്ഞപ്പോ ഇവൻ ബ്ലാക്ക് പാന്റും വെള്ള ഷർട്ടും ആക്കി. നമ്മുടെ ഇടയില് ഇതുപോലെ കിളിപോയ കുറെ ആന്റിമാരുണ്ട്. സ്വന്തം ചെയ്ത് കറുത്ത പാന്റും വെള്ള ഷർട്ടും കണ്ടാൽ ഉടനെ വിളിക്കും എന്തെന്ന്. ആ പാസ്റ്റർ ആകണമെങ്കിൽ ഇച്ചിരി മൂക്കണം. സാമിനോട് ദൂതായി പറയുന്നത്. വേറെ കയറി ഇവിടെ കയറി വർഷിപ്പ് ചെയ്യുന്നത് കൊണ്ടോ ദൂത് പറഞ്ഞത് കൊണ്ടോ നാളെ തന്നെ സാമ്പാസ്റ്റർ എന്നൊന്നും കയറി വിളിക്കരുത്. അതിനൊക്കെ ഇച്ചിരി മൂക്കണം. ഒരു അതൊക്കെ ഇച്ചിരി മൂക്കണം. അവൻ നാളെ കയറി ഞങ്ങളുടെ സാമ്പാസ്റ്റർ എന്ന് പറഞ്ഞ് വിറപ്പിക്കുകയൊന്നും ചെയ്യരുത്. അവനെ ഒടിച്ചു കളയരുത്, അവനെ തകർത്ത് കളയരുത്. അവൻ വളരട്ടെ, അവൻ പ്രാർത്ഥിക്കട്ടെ, അവൻ വചനം പഠിക്കട്ടെ, വചനത്തിൽ പ്രാധാന്യമുള്ളവരാകട്ടെ. അവൻ ദൈവത്തിന്റെ അഭിഷേകം അവനിൽ വരട്ടെ. അവൻ ദൈവം അവനെ ശക്തീകരിക്കട്ടെ. ആമേൻ, ഹല്ലേലൂയ. കർത്താവിന് നല്ലൊരു സ്വതന്ത്രം ചെയ്തേ. ഞാൻ ഇന്ന് അതുകൂടി ഒന്ന് പറയാനാ ഞാൻ ഈ താഴേക്ക് വരുന്നത്. പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞു, മക്കളെ കൊണ്ടുവരണേ. ഉടനെ പാറാവുകാരനോട് ചോദിച്ചു, സാറേ എന്നെ ഒന്ന് കേറ്റുവിട്. ഉടനെ പാറാവുകാരൻ പറഞ്ഞു, മക്കളെ നീ വന്നത് വൈകിപ്പോയടാ. എന്നാ പറ്റി സാറേ? ഇന്നലെ 4 മണിക്ക് ഇവിടത്തെ പൊതു മാർക്കറ്റിൽ വെച്ച്, പൊതു ചന്തയിൽ വെച്ച് ഒരു കല്ലിലോട്ട് നീ പറഞ്ഞ നിന്റെ ആത്മീയ പിതാവെന്ന പൗലോസിന്റെ തലയെടുത്ത് കല്ലിൽ വെച്ചിട്ട് ആരാച്ചാര് മിന്നിത്തിളങ്ങുന്ന വാളുകൊണ്ട് നിന്റെ അപ്പനായ പൗലോസിന്റെ തല വെട്ടി മാറ്റി എന്ന് പറഞ്ഞതും തിമോത്തിയോസിന്റെ കയ്യിലിരുന്ന ചർമ്മലിഖിതവും പുതപ്പും താഴെ വീണു. തിമോത്തിയോസ് പുതപ്പം കൊണ്ട് വരുന്നതിന് 24 മണിക്കൂർ മുമ്പ് പൗലോസിന്റെ തല അവർ വെട്ടിമാറ്റി. പക്ഷെ മോനെ അത് വായിച്ചപ്പോൾ ഞാൻ ഇന്നിടത്തുനിന്ന് വാവിട്ട് കരഞ്ഞ ഒരു കാര്യം പറയാം. എന്താണെന്നറിയോ? ഈ പാറവുകാരൻ പറയുക, തിമോത്തിയോസേ ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. നിന്റെ അപ്പൻ പൗലോസ് ഉണ്ടല്ലോ, ഒരു കാര്യം ചെയ്തു. തല വെട്ടുന്നതിന് മുൻപ് കൈ 2 ഞങ്ങൾ പുറകോട്ട് കെട്ടാറുണ്ട്. കൈ കെട്ടും, പിന്നെ മുഖത്ത് തുണിയിടും, എന്നിട്ടാ തല വെട്ടുന്നത്. പക്ഷെ നിന്റെ അപ്പനുണ്ടല്ലോ ഞങ്ങളോട് പറഞ്ഞു, സാറേ കൈയൊന്നും കെട്ടണ്ട, ഞാൻ കൈ കെട്ടി വെച്ചുകൊള്ളാം. എന്റെ കഴുത്തിൽ തുണിയിടണ്ട, മുഖത്ത് തുണിയിടണ്ട, ഞാൻ തല താഴ്ത്തി വെച്ചുകൊള്ളാം. അവൻ എന്നിട്ട് ആ പാറാവുകാരൻ പറഞ്ഞു, അവൻ ക്ഷീണിച്ചവനെ പോലെയല്ല, പരാജയപ്പെട്ടവനെ പോലെയല്ല, ഒരു ജയാലിയെ പോലെ തല നീട്ടിവെച്ച് ആരാച്ചാരന് വെട്ടാൻ തല കാട്ടിക്കൊടുത്തവനാ നിന്റെ അപ്പനായ പൗലോസ്. ഇന്ന് രാത്രി വേളയിൽ ക്രിസ്തീയ ജീവിതം പരാജയത്തിൻ്റെതല്ല. കരമടിച്ച് ദൈവത്തെ സുനിച്ച് ക്രിസ്തീയ ജീവിതം പരാജയപ്പെട്ട് മാറുന്നവന്റെ കൂട്ടത്തിലല്ല, വിജയിക്കുന്നവന്റെ കൂട്ടത്തിലാണ്. Oh, thank you Jesus. Thank you Jesus. ഈ മീറ്റിംഗിനകത്ത് ഞാൻ നിങ്ങളെ
ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഒരു പ്രവചനം കേട്ട് പോകുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ആവശ്യം യേശു വരാൻ സമയമായി. കർത്താവ്, ഞാൻ ഈ പോകുന്നിടത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് വ്യക്തിപരമായ പ്രവചനത്തെക്കാൾ വചനത്തിലൂടെയുള്ള പ്രവചനമാണ്. നിങ്ങൾ എനിക്ക് മണിക്കൂറുകൾ സമയം തന്നാലും ഞാൻ നിന്നുകൊണ്ട് വചനം പ്രസംഗിക്കാം. കാരണം ഞാൻ ഒരാളോട് ഒരു ദൂത് പറഞ്ഞാൽ അത് അവന് വ്യക്തിപരമാ. എന്നാൽ വചനം പറഞ്ഞാൽ അതെല്ലാവർക്കും വേണ്ടിയാ. ഇന്ന് രാത്രി ആ കരമൊന്ന് ഉയർത്തിക്കൊണ്ടുവരാ. എന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപയുടെ വ്യാപാരം. ആ തിമോത്തിയോസിന് പൗലോസ് കത്തെഴുതി, മോനെ തിമോത്തിയോസേ, ഞാൻ നിന്നോടൊരു കാര്യം പറയുക. എന്താ മക്കളെ? നിന്റെ വിളി അസാധാരണ വിളിയാണ്. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ മേലൊരു വിളിയുണ്ട്. മക്കളെ മനസ്സിലായോ? നിന്റെ മേലൊരു കോളിംഗ് ഉണ്ട്. അത് സാധാരണ കോളിംഗ് അല്ല, ഒരു അസാധാരണ കോളിംഗ് ആണ്. എന്റെ മേലും നിങ്ങളുടെ മേലും ഒരു വിളിയുണ്ട്. എത്ര പേര് തിരിച്ചറിയുന്നു? നിങ്ങളുടെ മേലൊരു വിളിയുണ്ട്, എന്റെ മേലൊരു വിളിയുണ്ട്. പൗലോസ് പറയുകയാണ്, തിമോത്തിയോസേ, നിന്റെ വിളി സാധാരണ വിളിയല്ല. മക്കളെ, ഞാൻ ഇന്ന് എവിടെ തീർക്കാൻ പറ്റും എന്ന് എനിക്കറിയത്തില്ല. തീർക്കാൻ പറ്റുന്നത് പോലെ ഞാൻ തീർക്കാം. പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നു, 7 ക്രിസ്ത്യൻ കോളിംഗ് നിന്റെ മേൽ കിടപ്പുണ്ട്. എന്താണ് പ്രധാനപ്പെട്ട വിളി? ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. നാം ഏറ്റവും കൂടുതൽ അറിയേണ്ട ഒരു കാര്യം നമ്മുടെ വിളിയാണ്. പറയും, നമ്മുടെ വിളി അറിയണം. നമ്മുടെ വിളി അറിഞ്ഞാലേ നമുക്ക് ശ്രേഷ്ഠകരമായ ഒരു ശുശ്രൂഷ ചെയ്യാൻ പറ്റും. ഞാൻ ഇങ്ങനെ പറയും, നമ്മുടെ വിളി മനസ്സിലാക്കിയാൽ നമ്മുടെ വസ്ത്രത്തിന്റെ രീതി മാറും, നമ്മുടെ സംസാരം മാറും, നമ്മുടെ ഇടപെടൽ മാറും, നമ്മുടെ കൊടുക്കുവാങ്ങലുകൾ മാറും. എല്ലാറ്റിനും ഒരു വ്യത്യാസം വരണമെങ്കിൽ ആദ്യം നിങ്ങൾ അറിയേണ്ടത് നിങ്ങളുടെ വിളിയാണ്. എനിക്കൊരു കൂട്ടുകാരുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. അവന് പട്ടാളത്തിൽ പോയി. പട്ടാളത്തിൽ ട്രെയിനിങ്ങിന് പോയി. ട്രെയിനിങ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ ഞങ്ങളുടെ കൂടെ നിന്ന് പോയവനല്ല തിരിച്ചു വന്നത്. ഭയങ്കര വ്യത്യാസം. ആദ്യം അവിടെ മുടിയുടെ സ്റ്റൈല് മാറി, വസ്ത്രധാരണത്തിന് വ്യത്യാസം മാറി, സംസാരത്തിന് വ്യത്യാസം മാറി. മോനെ, 1 മാസം കൊണ്ടൊക്കെ ആളുകൾക്ക് ഇങ്ങനെ മാറ്റം വരുമോ? ഒരു ട്രെയിനിങ് കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ അവനൊരു പട്ടാളക്കാരനായി. എന്തിന്? മലപ്പുറത്ത് കേരള പോലീസിന്റെ ട്രെയിനിങ്ങിന് എന്റെ 4ാമത്തെ ചേട്ടന്റെ മോൻ ജോയി എന്ന് പറയുന്ന ചേട്ടന്റെ മോൻ പോലീസ് ട്രെയിനിങ് കഴിഞ്ഞ് വന്നു. അവൻ പള്ളിയിലെ അച്ഛന്റെ കൂടെ നടന്നവനാ. ഞങ്ങൾ കുഞ്ഞാടെന്നാ വിളിച്ചുകൊണ്ടിരുന്നേ. ഈ കുഞ്ഞാടായ പയ്യനെ ഞങ്ങൾ പോലീസ് ട്രെയിനിങ്ങിന് വിട്ടു. പോലീസ് ട്രെയിനിങ് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞു വന്നപ്പോൾ ഒറ്റ നോട്ടത്തിൽ ഇവൻ പോലീസുകാരനെ. അവന്റെ മീശയുടെ അവൻ അന്തരീക്ഷം മാറി, ഇവന്റെ മുടിയുടെ സ്റ്റൈല് മാറി, അവന്റെ നിപ്പ് മാറി. ഈ ലോകത്തിലെ ഓരോ മനുഷ്യരുടെ വിളിക്കനുസരിച്ച് അവരുടെ ഭാഷയും രീതിയും സംസാരവും മാറുന്നു എങ്കിൽ മാറാത്ത ഇതിനകത്തല്ലേ ഇന്ന് രാത്രി ആത്മ പറയുന്നു, നിന്റെ വിളി മനസ്സിലാക്കിയാൽ നീ മാറിയിരിക്കും. നമ്മുടെ വിളി മനസ്സിലാക്കിയാൽ നമ്മൾ ആള് മാറും. പൗലോസ് പറയും, തിമോത്തിയോസേ, നിന്റെ മേൽ 7 പ്രധാനപ്പെട്ട വിളിയുണ്ട്. ആ വിളി നീ അറിയണം. ഞാൻ രക്ഷിക്കപ്പെട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് ഈ പണിയും കഴിഞ്ഞ് ജോലിയും കഴിഞ്ഞ്, ഞാൻ പറഞ്ഞല്ലോ പണ്ട് കൽപ്പണിക്ക് പോകുമ്പോ ജോലിയും കഴിഞ്ഞ് വന്നിട്ട് ചോറും പാത്രം വെച്ചിട്ട് ഒറ്റ ഓട്ടമാണ്. എവിടെയാണെന്നറിയോ? ഞങ്ങളുടെ അവിടെ ഒരു കലിങ്ങുണ്ട്. ആ കലിങ്ങെ പോയി വൈകിട്ട് തൊട്ട് രാത്രി 1 മണി വരെ ഇരിക്കും. അവിടെ ഇരുന്ന് കുപ്പി അടിക്കുക, ആവശ്യമില്ലാത്ത കാര്യം പറയുക, ജോലി ഇല്ലാത്തപ്പോഴോ ചുമ്മാ പോയി ആളുകളുമായിട്ട് നോക്കിയിരിക്കുക. പക്ഷെ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോ ഞാൻ എന്റെ കൂട്ടുകാരോട് പറഞ്ഞു, ഇനി ഞാൻ അവിടെ ഇരിക്കാൻ വരികയില്ല. അതിനെ പറ്റി എന്റെ പേരൊരു വിളിയുണ്ട്. ഇനി അവൻ സംസാരിക്കുന്ന പോലെ ഞാൻ സംസാരിക്കത്തില്ല. അവൻ ചെയ്യുന്നത് പോലെ എനിക്ക് ചെയ്യാൻ
ഞാൻ എന്നിട്ട് എൻ്റെ സ്നേഹിതന്മാരോട് പറഞ്ഞു, എനിക്ക് നിങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഇനി പ്ലീസ് നിങ്ങൾ ആരും എൻ്റെ വീട്ടിലോട്ട് വന്ന് എന്നെ വിളിക്കണ്ട, എന്തെങ്കിലും ആവശ്യമുണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് വരാം. അവർ പറഞ്ഞു, നീ ഞങ്ങൾ വിട്ട് പോവുകയാണ്? ഒരിക്കലും ഇല്ല, നിങ്ങളുടെ എല്ലാ പരിപാടിക്കും ഞാനുണ്ട്, നിങ്ങൾ എന്ത് വിളിച്ചാലും ഞാൻ ഉണ്ടാകും. പക്ഷേ ഇനി നിങ്ങൾ ഇരിക്കുന്നിടത്ത് എനിക്ക് ഇരിക്കാൻ ഒക്കത്തില്ല. നിങ്ങൾ പറഞ്ഞു കൂടിയിരുന്ന് ജോക്കടിക്കുന്ന പോലെ ജോക്കടിക്കാൻ എനിക്ക് പറ്റില്ല. നിങ്ങൾ കൂടുന്ന കൂട്ടായ്മക്കകത്ത് വന്നിരുന്ന് കിട്ടില്ല. കാരണം എന്റെ വിളി സ്പെഷ്യലാ, എന്റെ വിളി വ്യത്യാസമാ. അത് തിരിച്ചറിഞ്ഞ എത്ര ദൈവമക്കളുണ്ട്? അവർ കരമതി ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ച്. നമ്മുടെ വിളി വ്യത്യാസമാണ് അല്ലേ? നമ്മുടെ വിളി വ്യത്യാസമാണ്. ദൈവമക്കളെ, ഈ ഭാരതത്തിൽ ക്രിസ്ത്യാനിറ്റി ഭയങ്കരമായിട്ട് വളർന്നുകൊണ്ടിരിക്കുക. വളരുന്ന സമയത്ത് അന്നത്തെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. ഇങ്ങനെ ക്രിസ്ത്യാനിറ്റി വളർന്നുകൊണ്ടിരുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഈ ക്രിസ്ത്യാനിറ്റിയെ ഒന്ന് ഒതുക്കാൻ, അവൻ ഭരണഘടനക്കകത്ത് വലിയ മാറ്റം കൊണ്ടുവരാൻ തല പുകഞ്ഞ് ആലോചിക്കുന്ന സമയത്ത് ജവഹർലാൽ നെഹ്റു പറഞ്ഞു, പ്ലീസ് ഒന്ന് വെയിറ്റ്, ഈ ക്രിസ്തീയ സഭയെ കുറിച്ച് ഞാനൊന്ന് പഠിക്കട്ടെ. വേദപുസ്തകം കയ്യിലെടുത്ത് അന്നത്തെ പ്രൈം മിനിസ്റ്റർ ഈ ബൈബിൾ വായിച്ച കൂട്ടത്തിൽ ചരിത്രം വായിച്ചിട്ട് അവൻ ആ മനുഷ്യൻ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി. അത് ഇന്നും നിലനിൽക്കുന്നു. എന്താ സ്റ്റേറ്റ്മെന്റ് എന്നറിയണ്ടേ? ക്രിസ്ത്യാനികളെ ഉണർത്തരുത്, അവർ ഉറങ്ങുന്ന സിംഹമാണ്. അവർ ഉണർന്നാൽ അവർ ഗർജിക്കും, അവർ ഉണർന്നാൽ ചിലർ പിടിച്ചടക്കും, അവർ എഴുന്നേറ്റാൽ ചിലരൊക്കെ അവർ കൈവശമാക്കും. ഇന്ന് രാത്രിവേളയിൽ ദൈവസഭ തിരിച്ചറിയണം, നിന്റെ വിളി ചെറുതല്ല, നിന്റെ മേലൊരു വിളിയുണ്ട്. നിങ്ങളുടെ മേലൊരു വിളിയുണ്ട്. ഇന്നലെ ഖത്തറിലുള്ള ഒരു ദൈവദാസൻ, ഞാൻ മെന്റർ ചെയ്യുന്ന ഒരു ചർച്ചാണ്, ഇന്ന് മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സഭ. ഇപ്പോൾ ഏകദേശം 500-ലടുത്ത് മെമ്പേഴ്സ് ഖത്തറിൽ ആ ചർച്ചുണ്ട്. അത്രയും വലിയ ഭയങ്കരമായിട്ട് വളർന്ന ചർച്ച. അവ എല്ലാ വ്യാഴാഴ്ചയും ആ ദൈവദാസൻ എന്നെ വിളിക്കും. വെള്ളിയാഴ്ച പ്രസംഗിക്കുന്ന മെസ്സേജ് എന്നുമായിട്ട് ഷെയർ ചെയ്യും. അതിനകത്ത് എന്തെങ്കിലും കാര്യം ഞങ്ങൾ പറഞ്ഞു കൊടുക്കും എല്ലാ വ്യാഴാഴ്ചയും. ഇന്നലെ ആ ദൈവമനുഷ്യൻ എന്നോട് പറഞ്ഞു, പാസ്റ്റേ, ഇന്ന് ഞാൻ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവം ഒരുവനെ ദൈവ ശബ്ദത്താൽ എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇന്നലെ രാത്രി ഞാൻ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ, ചുമ്മാ ഒരു കാര്യം പറയരുത്, ഇയാളോട് പറയുന്നെങ്കിൽ അത് പ്രയോജനപ്പെടുന്ന കാര്യം. പെട്ടെന്നാണ് ഇന്നലെ രാത്രി 12 മണി കഴിഞ്ഞപ്പോൾ ഈ ആമേൻ സ്തോത്രം UK നടന്ന ഒരു ചെറിയ സംഭവം എന്റെ തലച്ചോറിനകത്ത് വന്നു. എന്താണെന്നറിയാമോ? 1962 ജർമ്മനിൽ നിന്ന് ജർമ്മൻ ഭാഷ മാത്രം അറിയാവുന്ന, ഇംഗ്ലീഷ് ഭാഷ അറിയാത്ത ഒരു ചെറുപ്പക്കാരൻ. തനിക്ക് ജർമ്മൻ ഭാഷ അറിയത്തുള്ളൂ, ഇംഗ്ലീഷ് അറിയത്തില്ല. ഒരു ദിവസം താൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം തന്നോട് പറഞ്ഞ്, ആഫ്രിക്കയിൽ ഒരു ഉണർവിന് വേണ്ടി ദൈവം തന്നെ ഉപയോഗിക്കും. 1962 ജർമ്മനിയിൽ നിന്ന് അവൻ സോയാൻസിംഗ് അല്ലെ, ഇവിടത്തെ സൗത്ത് അവൻ വെയിൽസിലെ ബൈബിൾ കോളേജ് വന്ന് 1962 ജർമ്മൻ ഭാഷ അറിയാവുന്ന ആ മനുഷ്യൻ വന്ന് ഈ UK വന്ന് ദൈവവചനം പഠിച്ചു. പഠിത്തം കഴിഞ്ഞ് 62 ജനുവരി മാസം 3-ാം തീയതി തിരിച്ചു പോകാൻ നേരത്ത് തനിക്കൊരാഗ്രഹം, ലണ്ടൻ സിറ്റി ഒന്ന് കാണണം. ഒരു ആമേൻ പറഞ്ഞേ, ലണ്ടൻ സിറ്റി കാണണം. ജർമ്മൻകാരനായ മനുഷ്യൻ ലണ്ടൻ സിറ്റി കണ്ടിട്ട് അതുവഴി ഇത് നോക്കുക, വർഷങ്ങൾ 63 കാര്യമാണ്. അവിടെ ഇങ്ങനെ നടന്ന് ഇന്നത്തെ ലണ്ടന്റെ ഭാഗമൊക്കെ കണ്ട് ഒരു ഉൾവഴിയിലൂടെ, വീടുകൾ തിങ്ങി നിൽക്കുന്ന ഒരു വഴിയിലൂടെ ഈ ചെറുപ്പക്കാരൻ നടന്നു പോകുമ്പോൾ ജയ്സൺ പക്ഷേ ഒരു കാര്യം കൊണ്ട് എന്താണെന്നറിയോ? ഒരു മതിലിൽ ഒരു നെയിം ബോർഡ് കണ്ടു, ജോർജ് വെർമർ എന്നെഴുതിയ അവൻ വാതിക്കൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു ബോർഡ് കണ്ടു. ഈ ബോർഡ് കണ്ട് ഈ മനുഷ്യൻ അത്ഭുതപ്പെട്ടു. പെട്ടെന്ന് ഓർത്തു, എടാ, അവൻ തീയോടെ ഉപയോഗിക്കുന്ന, അഭിഷേകത്തോടെ രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന ജോർജ് വെർമർ എന്ന് പറയുന്ന ആ ദൈവദാസന്റെ വീടായിരിക്കുമോ ഇത് എന്ന് കരുതി അവിടെ ചെന്ന് ബെല്ലടിച്ചു.
ബെല്ലടിച്ചപ്പോൾ അകത്ത് നിന്ന് ഒരു സ്ത്രീ വന്നിട്ട് ചോദിച്ചു, ആരാണ്? പുള്ളി പറഞ്ഞു, ഞാൻ ജർമ്മനിയിൽ നിന്ന് വന്നതാ, സോയാൻസിയിൽ ഞാൻ ദൈവത്തിന് പഠിക്കാൻ വന്നതാ. ആഫ്രിക്കയിൽ എനിക്കൊരു വിളിയുണ്ട്, ഇത് ജോർജ് വെർബറിന്റെ വീടാണോ? പുള്ളിക്കാരൻ അതെ, എനിക്കിന്ന് കാണാൻ പറ്റും. കാണാനൊക്കെ പോന്ന് പറഞ്ഞു. ആ മനുഷ്യൻ പോകാനായിട്ട് തിരിഞ്ഞ സമയത്ത് അകത്തെ മുറിക്കകത്തുനിന്ന് ഒരു ഗാംഭീര്യ ശബ്ദം അവനോട് കയറി വരാൻ പറ, അവനെ കേട്ടിവിട്. ആ സ്ത്രീ പറഞ്ഞ് കേറി ചെന്ന ഉടനെ ഒരു മനുഷ്യൻ വന്ന് മുമ്പിൽ നിന്നു. ആരാണ് നീ? നിന്റെ പേരെന്താ? ആ മനുഷ്യൻ പറഞ്ഞു, എന്റെ പേര് റെയ്നാർഡ് ഫോങ്കെ. നിന്റെ വിഷയം എന്താ? ഞാൻ ആഫ്രിക്കയ്ക്ക് പോകാൻ എനിക്ക് വിളി ഉണ്ടായി. ആ വിളിക്കനുസരിച്ച് വചനം പഠിക്കാൻ വന്നു. ഇന്ന് എന്റെ ക്ലാസ് കഴിഞ്ഞു. ഇന്ന് വൈകിട്ട് ഞാൻ തിരിച്ച് ജർമ്മനിക്ക് പോകുന്നു. പോയ വഴിക്കാണ് ഒരു നെയിം ബോർഡ് കണ്ടത്. ഭാഷയെ ഒന്ന് പ്രാർത്ഥിക്കാമോ? എന്തെന്നറിയാമോ? റെയ്നാർഡ് ഫോങ്കയെ അവൻ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഒരപ്പൻ ഒരു മകനെ കെട്ടിപ്പിടിക്കുന്നത് പോലെ കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. എത്ര മിനിറ്റാന്നറിയണ്ടേ? അരമണിക്കൂർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ ഈ ചെറുപ്പക്കാരൻ അടിച്ചു നിലത്ത് വീണു. അവിടെ കിടന്ന് പിടക്കാൻ തുടങ്ങി. അരമണിക്കൂർ കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ ഒരു വലിയ വെളിച്ചം തന്റെ ചുറ്റും മിന്നുന്നത് ഈ മനുഷ്യൻ കണ്ടു. അവിടെ എഴുന്നേറ്റപ്പോൾ ഈ അഭിഷിക്തനെ കാണാനില്ല. അവിടെ എഴുന്നേറ്റ് താഴെ വീണ്ട ബാഗ് എടുത്ത് തോളത്തിട്ട് താഴെ നേരെ ലണ്ടനിൽ വന്ന് ഫ്ലൈറ്റ് കയറി ജർമ്മനി ചെന്നു. പിറ്റേ ദിവസം ജർമ്മനി ചെന്ന് എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ തന്റെ അപ്പൻ തന്നെ കൂട്ടാൻ വേണ്ടി വന്നു. മോനെ സുഖമായിരിക്കുന്നു? അപ്പ സുഖമായിരിക്കുന്നു. മോനെ നീ ഒരു വാർത്ത അറിഞ്ഞോ? ഇല്ല. എടാ, ലോകത്തിൽ ശക്തമായി ഉപയോഗിച്ച ഒരു ദൈവദാസനെ കുറിച്ച് നീ കേട്ടിട്ടുണ്ടോ? ജോർജ് വെർബർ. ആ മനുഷ്യൻ ഇന്നലെ രാത്രി നിത്യതയിൽ ചേർക്കപ്പെട്ടു. എന്റെ ആകം കത്തിച്ചൊരു കാര്യമായത്. ഉടനെ എയർപോർട്ടിന്റെ വാതിക്കൽ നിന്ന് അപ്പനോട് ഭാഗ്യം പറഞ്ഞു, അപ്പ ഇന്നലെ ലണ്ടനിൽ നിന്ന് കയറുന്നതിന് മുമ്പ് ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടാ പോകുന്നത്. അതേ കാണു. പക്ഷെ നീ എങ്ങനെ ചെയ്തെങ്കിൽ അവസാനത്തെ കൈവപ്പ് നിന്റെ മേലാ വീണിരിക്കുന്നത്. ഇന്ന് രാത്രി കേൾക്കണോ? അവൻ ആഫ്രിക്ക ഭൂഖണ്ഡത്തെ മുഴുവൻ ഇളക്കി മറിക്കാൻ ഒരഭിഷേകം തന്റെ മേൽ വീണത് ആ മനുഷ്യന്റെ മേൽ നിന്നുള്ള ഒരഭിഷേകത്തിന്റെ കൈമാറ്റമോ? ഇന്ന് രാത്രി എന്തുകൊണ്ടാണെന്നറിയില്ല, ഇത് പറയാൻ എന്റെ അകത്തൊരു ആത്മപ്രേരണ ഉണ്ടായി. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പിടിക്കാം. ആവശ്യമുള്ളവർ ഇന്ന് രാത്രി സ്വീകരിക്കാം. ഈ രാത്രി വേളയിൽ നിന്റെ വിളിച്ചറിയല്ല, നിന്റെ മേൽ ഒരു വിളിയുണ്ട്. അത് സാധാരണ വിളിയല്ല. എന്റെ മേൽ ഒരു അസാധാരണമായ ഒരു വിളിയുണ്ട്. ഞാൻ കൈവച്ച രോഗികൾ സൗഖ്യമാകും. ഞാൻ പ്രാർത്ഥിച്ച ഭൂതങ്ങളെ പുറത്താക്കും. എന്റെ വിശ്വാസമുള്ളവരുണ്ടെങ്കിൽ കരം തട്ടി ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് എന്റെ മേലൊരു വിളിയുണ്ട്. എന്റെ മേലൊരു അഭിഷേകത്തിന് വിളിയുണ്ട്. എന്റെ മേൽ ഒരു ദൈവത്തിന്റെ വിളിയുണ്ട്. എന്റെ മേൽ ഒരു ദൈവമഹത്വത്തിന്റെ വിളിയുണ്ട്. ഈ മീറ്റിംഗിന്റെ ഒന്നാമത്തെ രാത്രി അന്തരീക്ഷം മാറട്ടെ, അഭിഷേകം മാറട്ടെ. ഒരഭിഷേകത്തിന്റെ പുതപ്പ് നിന്റെ മേൽ വീഴട്ടെ. ഒരഭിഷേകത്തിന്റെ പുതപ്പ് നിന്റെ മേൽ വീഴട്ടെ. മാത്രമല്ല ഇന്ന് രാത്രി നിന്റെ മേൽ അഭിഷേകത്തിന്റെ തീ, അഭിഷേകത്തിന്റെ തീ, അഭിഷേകത്തിന്റെ തീ, അഭിഷേകത്തിന്റെ തീ നിന്റെ മേൽ വീണ ദൈവം വിശ്വസ്തൻ. നിങ്ങളുടെ പഠനത്തിന് വേണ്ടി ഞാനൊരു കാര്യം തൊട്ടോട്ടെ. 2 ലേഖനമാ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയത്. അതിൽ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം തൊട്ട് 6-ാം അധ്യായം വരെ സഭയെ കുറിച്ച് പൗലോസ് ചിലത് കേട്ടു.
കേട്ടതിന്റെ വെളിച്ചത്തിൽ പൗലോസ് കൊരിന്ത് സഭയ്ക്ക് ലേഖനം എഴുതി. എന്നാൽ 7-ാം അധ്യായം തൊട്ട് ബാക്കിയുള്ളത് പൗലോസോട് എഴുതി ചോദിച്ചതിന്റെ മറുപടിയാണ്. എന്താ പൗലോസ് കേട്ടത്? പൗലോസ് കേട്ട ഒന്നാമത്തെ കാര്യം, ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത ദൈവസഭ. 2, യേശുവിന്റെ വരവിങ്കൽ പ്രത്യാശയുള്ള ഒരു ദൈവസഭ. 3, നിങ്ങളുടെ ഇടയിൽ പിണക്കവും വഴക്കുമുണ്ടെന്ന് ഞാൻ അറിയുന്നു. കൃപാവരം തലക്ക് മീതെ ജ്വലിക്കുമ്പോഴും കക്ഷിത്വമുള്ളൊരു ദൈവസഭ. സന്തോഷമുണ്ട്. ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് എറണാകുളത്തോട്ട് ജോലിക്ക് വരുന്നതിന് മുമ്പ് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, പാഷേ എന്തോ എനിക്ക് നല്ലൊരു ചർച്ചിൽ വന്ന ആരാധന കൂടണമെന്നുണ്ട്. നല്ലൊരു ചർച്ച്, ഒരു പെർഫെക്റ്റ് ചർച്ച്. അവിടെ എവിടെ എറണാകുളത്ത് ഒരു പെർഫെക്റ്റ് ചർച്ച് ഉള്ളത്? ഞാൻ പറഞ്ഞു, എറണാകുളത്ത് മാത്രമല്ല, ലോകത്ത് ഒരിടത്തും ഒരു പെർഫെക്റ്റ് ചർച്ചില്ല. ഉണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ആമേൻ പറ. ഉണ്ടോ? ഉണ്ടെങ്കിൽ തെറ്റുപറ്റി. എനിക്കറിയത്തില്ല. ലോകത്തിന് ഒരിടത്തും എന്തില്ല? ഒരു പെർഫെക്റ്റ് ചർച്ച്. ഈ ചർച്ച് നല്ലതാണോ? നിങ്ങൾ പറയണം. പിന്നെ ചുമ്മാ കയറി യേസൊന്നും പറയില്ല. എന്തോരം കുഴപ്പമുള്ള പ്രശ്നമുള്ളവർ ഇതിനകത്തുണ്ട്, അല്ലേ? കുശുമ്പും ഭൗഷണ്യമുള്ളവർ ഇതിനകത്തില്ലേ? ഇല്ലെന്ന് നിങ്ങൾ പറഞ്ഞേ ഞാൻ സമ്മതിക്കത്തില്ല. തമ്മിൽ ഹൃദയത്തിൽ ഭാരമുള്ളവരില്ലേ? അല്ലേ? ഏത് സമക്കത്ത ഇല്ലാത്ത? പാസിന് ഇഷ്ടപ്പെട്ടവരുണ്ട്, പാസിന് ഇഷ്ടപ്പെടാത്തവരില്ലേ? ഉണ്ടോ ഇല്ലയോ? പിന്നെ ഏതാ പെർഫെക്റ്റ് ചർച്ച്? ഇനി ഒരു കാര്യം പറയാം. ഈ ദൈവരാജ്യത്തെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത് ഈ വക മീനുകളെല്ലാം ഉള്ള വല. സ്വത്രം പറഞ്ഞ അപ്പൊ ഈ ദൈവസഭകൾക്ക് എന്തുണ്ട്? അല്ല, അങ്ങനെ പറയുന്നത് ഈ വക മീനുകൾ. സ്വത്രം എല്ലാ വക മീനും ഉണ്ട്. കാളാഞ്ചി ഉണ്ട്, പറ 1-2 പേര് പറ. മത്തിയുണ്ട്, അയിലുണ്ട്, ഞണ്ടുണ്ട്. ഞണ്ട് ഇറുക്കും. എല്ലാ വക മീനും ഇതിനകത്തുണ്ട്. എല്ലാ വകയുണ്ട്. ഒരു അല്ലെന്ന് പറഞ്ഞു. ഇനി രണ്ടാമത് കർത്താവ് പറഞ്ഞു, ഞങ്ങള് യജമാനനെ ഞങ്ങൾ നല്ല വിത്തല്ലയോ? പിന്നെ കള എവിടെ നിന്ന് വന്നു? അപ്പൊ കളയുണ്ട് എവിടെ? ദൈവസഭയിൽ. അപ്പൊ ആരെങ്കിലും പറയാം ആ ചർച്ച നല്ലതല്ലടി, ഞാനില്ലെന്ന് വേണ്ട പൊന്നച്ച പാസ്റ്റർമാരായി ഞങ്ങൾ പറയാം, ഈ ലോകത്ത് പെർഫെക്റ്റ് ആയി ഒറ്റ ചർച്ചില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു നല്ല സഭ നോക്കിയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നല്ലൊരു സഭ ഞാൻ കാണിച്ചു തരാം. ഇന്ന് തന്നെ നിങ്ങളുടെ മയ്യത്താകണം, നേരെ പണം കൊടുക്കണം. അത് അവിടെ ഒരു പെർഫെക്റ്റ് ചർച്ച ഉണ്ട്. ഒരു സ്വന്തം ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ ചർച്ചിനെ കുറിച്ച് നവീകരണത്തിന്റെ സഭയാ. ഇവിടെ നവീകരണം ആവശ്യമുണ്ട്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ വെച്ചത്. പരിശുദ്ധാത്മാവ് സഭയെ ശുദ്ധവും ശുഭ്രവുമായി കറകൾ നീക്കി ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കും. അതാണ് ദൈവത്തിന്റെ സഭ. ഇവിടെ പ്രശ്നമുണ്ട്. ഒരു ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ഒരിക്കലേ D.L. മൂഡി എന്ന് പറയുന്ന ദേവദാസൻ, D.L. മൂഡി എന്ന് പറഞ്ഞ ദേവദാസൻ ഒരു ചർച്ചിൽ ചെന്നു. ഒരു ചർച്ചിൽ ചെന്ന സമയത്ത് പുള്ളിയിൽ ആ ചർച്ചിൽ കയറ്റിയില്ല. ആ ചർച്ചിൽ കയറ്റാതെ പുള്ളി തിരിച്ചിറങ്ങി വരുമ്പോ ഒരു മനുഷ്യൻ ആ ചർച്ചിന്റെ വാതിക്കൽ നിന്നുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോ D.L. മൂഡി ചോദിച്ചു, അപ്പച്ചൻ എന്തിനാ കരയുന്നേ? അതെ, എന്നെ അവരാ ചർച്ചിൽ കേട്ടിയില്ല. അപ്പൊ D.L. മൂഡി പറഞ്ഞു, എന്നെയും കേട്ടിയില്ല. അല്ല, നിന്നെ കേറ്റാത്തത് കുഴപ്പമില്ല, അവരെന്തുകൊണ്ടാ എന്നെ കേറ്റാതിരുന്ന എനിക്കറിയത്തില്ല. അപ്പൊ D.L. മൂഡി ചോദിച്ചു, അല്ല അപ്പച്ച എന്നെ കേട്ടിയില്ലെന്ന്. അപ്പച്ചൻ പറഞ്ഞു, അതാ പറഞ്ഞത്, നിന്നെ കേട്ടാത്ത കുഴപ്പമില്ല, അവരെന്നെ കേട്ടിയില്ലെന്ന്. അപ്പൊ D.L. മൂഡിക്ക് ഒരു സംശയം തോന്നി. ഉടനെ D.L. മൂഡി ചോദിച്ചു, അല്ല അപ്പച്ച, അപ്പച്ചന് കേട്ടാതിരിക്കാൻ അപ്പച്ചൻ ആരാ? ഉടനെ ഈ മനുഷ്യന്റെ രൂപം അങ്ങ് മാറി. D.L. മൂഡിയുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഞാനാണ് കർത്താവ്.
ആ സെക്കൻഡിൽ തന്റെ കൺമുൻപിൽ ഒരു വെളിച്ചമായി അവൻ തീജ്വാലയായി ആ ദൈവ സാന്നിധ്യം വെളിപ്പെട്ടു. അവൻ പാടുന്നത് പുറത്തു നിൽക്കുന്നവനെയാ, അവൻ ആരാധിക്കുന്നത് പുറത്തു നിൽക്കുന്നവനെയാ, അവൻ പ്രസംഗിക്കുന്നത് പുറത്തു നിൽക്കുന്നവനെയാ. അകത്ത് ആരാധിക്കുന്നവൻ അകത്ത് കയറാതെ പുറത്തു നിൽക്കുമ്പോൾ ഇന്ന് രാത്രി അങ്ങനെ ഒരു ഗതികേട് ഉണ്ടാകരുത്. ഈ 3 ദിവസമോ പുറത്തു നിൽക്കാനല്ല, യേശു ഇന്ന് രാത്രി അകത്ത് നിൽക്കട്ടെ. നല്ലൊരു ഹല്ലേലൂയ പറ. അവനെ പുറത്ത് നിർത്തി നമുക്കൊരു ആരാധന വേണ്ട, അവനെ പുറത്ത് നിർത്തി നമുക്കൊരു പാട്ട് വേണ്ട. അവൻ പ്രിയ മോൻ പറഞ്ഞതുപോലെ 2-3 പേര് എന്റെ നാമത്തിൽ എവിടെ കൂടി വന്നാലും ആര് വന്നില്ലെങ്കിലും ഇന്ന് രാത്രി അവൻ ഉണ്ടാകട്ടെ. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരം ഉയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിച്ച്, കരമടിച്ച് ഒന്ന് ദൈവത്തെ ആരാധിച്ച്. നിങ്ങളുടെ വിളി മനസ്സിലാക്കുക. നിങ്ങളുടെ വിളി ചെറിയ വിളിയല്ല, നിങ്ങളുടെ വിളി അസാധാരണമായ ഒരു വിളിയാണ്. സന്തോഷമുണ്ടോ? ഒരാമേ കൂടി ഒന്ന് പറഞ്ഞേ. ഞാൻ അടുത്തൊരു കാര്യം പറയാം. 34-35 വയസ്സിനിടക്ക് മഹാസമുദ്രത്തെ നോക്കി വെല്ലുവിളിച്ച ഒരു ചെറുപ്പക്കാരനുണ്ട് ലോകത്തിൽ, ദ ഗ്രേറ്റ് അലക്സാണ്ടർ. 34-35 വയസ്സിനകത്ത് മഹാസമുദ്രത്തെ നോക്കി വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഒരു തരിമണലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ പിടിച്ചടക്കുമായിരുന്നു. ദൈവമക്കൾ, നിങ്ങൾക്കറിയണോ എന്തുകൊണ്ട് ഈ മനുഷ്യൻ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞത്? 12-ാമത്തെ വയസ്സിൽ തെരുവിലെ കുഞ്ഞുങ്ങളുമായി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്റെ അപ്പനായ ഫിലിപ്പ് രാജാവ് അലക്സാണ്ടറെ അകത്തോട്ട് വിളിച്ചിട്ട് 2 ചോദ്യം ചോദിക്കുന്നു. മകനെ അലക്സാണ്ടറെ, 1 നീ ആരാണ്, 2 നീ ആരാകാനുള്ളവനാ. ഈ 2 ചോദ്യമാണ് അലക്സാണ്ടറെ മാറ്റിമറിച്ചത്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങളുടെ വിളി നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ വിളി നിങ്ങൾക്കറിയാമോ? നമ്മെ വിളിച്ച വിളിയുടെ പ്രത്യേകത നമുക്ക് മനസ്സിലായോ? പൗലോസേ അവൻ ഒന്ന് പറഞ്ഞതാ, എന്താ ഞങ്ങളുടെ വിളി? 1-ാമത്തെ വിളി. ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ച്. 2 തിമോഥെയോസ് 2-ാം അധ്യായം 1-ാമത്തെ വാക്യം. 1 എന്റെ മകനെ. ഞാൻ അവിടെ നിന്ന് തുടങ്ങിയ 1 ദൈവം നമ്മെ വിളിച്ചത് മകനായിട്ടാ വിളിച്ചേ, മകളായിട്ടാ വിളിച്ചേ. ഒരാമൻ എന്ന് പറഞ്ഞേ. മകളെ, നമ്മുടെ വിളി എന്താ? ദാസനായിട്ടല്ല, ദാസിയായിട്ടല്ല വിളിച്ചത്. ദൈവം നമ്മെ വിളിച്ചത് മകനായിട്ടാ വിളിച്ചത്. ഒരാമൻ പറയാൻ പറ്റുമോ? ഇന്ന് രാത്രി നിങ്ങളുടെ മേൽ ഒരു അധികാരത്തിന്റെ കൈമാറ്റം ഈ വചനത്തിലൂടെ ദൈവം പകരും. സങ്കീർത്തനം 118 പറയുന്നു, യഹോവേ ഞാൻ നിന്റെ ദാസൻ, ദാസിയുടെ മകനും തന്നെ, നീ എന്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു. പഴയ നിയമം മുഴുവൻ ദാസന്മാരാണ്, ദാസിമാരാണ്. എന്നാൽ പുതിയ നിയമത്തിൽ മാത്രമേ ഉള്ളൂ പുത്രത്വം. പഴയ നിയമം മുഴുവൻ ദാസത്വത്തിന്റെ കീഴിലാണ്, പഴയ നിയമം മുഴുവൻ ദാസത്വത്തിന്റെ കീഴിലാണ്. എന്നാൽ പുതിയ നിയമം പറയുന്നു, നിങ്ങൾ ദാസന്മാരല്ല, ദാസിമാരല്ല, പകരം നിങ്ങൾ അവന്റെ മക്കളാണ്. ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് ചലഞ്ചായിട്ടൊരു കാര്യം പറയാം. നിങ്ങൾ മക്കളാണെന്ന് നിങ്ങൾക്കൊരു ബോധ്യം അകത്ത് വന്നാൽ ഒന്ന് ശ്രദ്ധിച്ചേ. ഒരല്പം അഹങ്കാരത്തോടെ പറയാം, ഒരു മനുഷ്യന്റെ മുമ്പിൽ നിങ്ങൾ കൈനീട്ടില്ല, ഒരു മനുഷ്യന്റെ മുമ്പിലും നടുവ് വളച്ച് നിങ്ങൾ നിൽക്കത്തില്ല. അവൻ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്ന് രാത്രി തമ്പുരാനെ നോക്കി നിങ്ങൾ ക്ലെയിം ചെയ്ത് നിങ്ങളത് അവകാശമാക്കും. ബൈബിൾ പറയുന്നു, മക്കളെങ്കിൽ ഞങ്ങൾ അവകാശികളാണ്, വാഗ്ദത്ത പ്രകാരം ഞങ്ങൾ കൂട്ടവകാശികളാണ്. മക്കളെങ്കിൽ മക്കളെങ്കിൽ ഞങ്ങൾ ആരാ? അവകാശികളാണ്. അപ്പൊ പുത്രത്വം നമ്മുടെ മേൽ ഉണ്ടെന്നൊരു ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞിട്ടു. ഞാൻ ഈ ദൈവദാസന്മാരുടെ അടുക്ക് പ്രസംഗിക്കുമ്പോൾ ഞാൻ ദൈവദാസന്മാരുടെ കൈ കൂപ്പിക്കൊണ്ട് പറയും, നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ ദാരിദ്ര്യവും നിങ്ങളുടെ പട്ടിണിയും നിങ്ങളുടെ ഇല്ലായ്മയും മനുഷ്യന്റെ മുമ്പിൽ നിങ്ങൾ വിളമ്പരുത്. എന്തിന്? നാം എത്രമാത്രം നമ്മുടെ ദാരിദ്ര്യവും പട്ടിണിയും പോയി മറ്റുള്ളവരോട് പറയുമോ, അങ്ങനെ പറയുമ്പോൾ നാണക്കെടുന്ന നമ്മുടെ അപ്പന.
സ്തോത്രം. 10-25 വർഷത്തിലേറിയ ഞാൻ വിദേശത്ത് ശുശ്രൂഷിക്കാൻ പോകുന്നത്. എന്നെ ഒരു മീറ്റിംഗിന് വിളിക്കാതെ ഞാൻ പോകത്തില്ല. ഇനി അവിടെ മീറ്റിംഗിന് ചെന്നിരിക്കുമ്പോൾ സങ്കടം എന്താണെന്നറിയോ? ഈ മീറ്റിംഗിന് പ്രസംഗിക്കാൻ ചെന്നിരിക്കുമ്പോൾ ഒരു 10 പാസ്റ്റേഴ്സ് അവിടെ ഉണ്ടാവും. എന്നിട്ട് അവർക്കെല്ലാം ഓരോ മിനിറ്റ് കൊടുക്കും. എന്ത് നാണക്കേടാന്നറിയോ? ആ 1 മിനിറ്റ് എഴുന്നേറ്റിട്ട് അവർ പറയും, ഞാൻ ഇന്ന സ്ഥലത്തൊന്ന് വന്നതാ, ചർച്ച് പണിയാൻ ഞാൻ വാനം കോരിയിട്ടേക്കുക, നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യണം. ഒരാൾ പറയും, എന്റെ കൊച്ചിനെ കല്യാണം കഴിപ്പിച്ചിട്ടില്ല, നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യണം. ഈ ദൈവദാസമ നിരന്നെന്ന് പറഞ്ഞ് ഒടുവിൽ വേണം പ്രസംഗിക്കാൻ എനിക്ക് സമയം കിട്ടുന്നത്. ഞാൻ ആലോചിച്ച് നോക്കട്ടെ, ഇവരുടെ അതേ സ്ഥലത്ത് ഞാൻ ഇരിക്കുന്നത്, നമുക്ക് എന്ത് പ്രസംഗിക്കാൻ പറ്റും? പക്ഷെ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുന്ന ഈ ലൈവിലൂടെ ആരെങ്കിലും കാണുന്നെങ്കിൽ, ആരെങ്കിലും ദൈവദാസന്മാരുണ്ടെങ്കിൽ അവരുടെ ദൂതാണ്. 94 മുതൽ ഇന്ന് വരെ ഈ കരം ഞാൻ നീട്ടിയിട്ടില്ല, നീട്ടത്തില്ല. നിങ്ങൾ ഒന്ന് ടെസ്റ്റ് ചെയ്യുക. നിങ്ങൾ ചോദിക്കേ, എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ആവശ്യത്തിന് ബിജു പാസ്റ്റർ ആരോടെങ്കിലും ഒരു കാര്യം ചോദിച്ചു എന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ച് ചോദിക്കത്തില്ല. എന്റെ ജീവൻ പോകുന്നവരെ ചോദിക്കത്തില്ല. കാരണം എനിക്കൊരു അപ്പനുണ്ട്. എന്റെ വിളി എന്റെ മകനായിട്ട് വിളിച്ചത്, ദാരിദ്ര്യത്തിലല്ല വിളിച്ചത്. എന്റെ അപ്പൻ സമ്പന്നനായതുകൊണ്ട് ഒന്നിന് കുറവ് വരാം എന്റെ ദൈവം അനുവദിക്കയില്ല. വിശ്വസിക്കുന്നവരാണെന്നത് മക്കളെ, ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയുക. നിങ്ങളുടെ വിളി പുത്രത്വത്തിന്റെ വിളിയാണെങ്കിൽ എന്തിന് മനുഷ്യന്റെ മുമ്പിൽ വിരൽ നീട്ടണം? എന്തിന് മനുഷ്യന്റെ മുമ്പിൽ പോയി നമ്മൾ ഓച്ചാനിച്ച് നിൽക്കണം? ഇന്ന് രാത്രി തീരുമാനമെടുക്കുക. എനിക്കൊരപ്പനുണ്ട്, കുറവില്ലാത്തൊരപ്പൻ, സമർത്ഥനായിരുന്നൊരപ്പൻ. കരം ഉയർത്തി ദൈവത്തോട് സ്തുതിച്ച് ഒരു ഹല്ലേലൂയ പറ. ഞാന് മനുഷ്യരിൽ നിന്നും കണ്ടുപിടിച്ചൊരു കാര്യം എന്താണെന്നറിയാം മോനെ? മോന്റെ കൈ കിടക്കുന്ന ആപ്പിളിന്റെ വാച്ചില്ലേ, ആ വാച്ച് ഞാൻ മേടിച്ചു തന്നാ. മോൻ എവിടെയെങ്കിലും പബ്ലിക്കിലൂടെ ഇതും കെട്ടി ഷൈൻ ചെയ്ത് പോകുമ്പോ ഞാൻ എന്റെ അടുത്ത് നിൽക്കുന്നവനോട് പറയും, അവനൊരു ഷൈൻ കണ്ടില്ലേ, ഞാൻ മേടിച്ചു കൊടുക്കുന്നത്. പണ്ടൊരു പോസ്റ്റ്മാൻ ഇല്ലേ, പോസ്റ്റ്മാൻ ഞങ്ങളെ കാണിച്ചിട്ട് പറഞ്ഞ, ആ വീട് ഞാൻ കൊടുത്ത പൈസക്ക് വെച്ചതാണ്. മനസ്സിലായില്ലേ? ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു, ഇയാളെ കൊണ്ടത് മണി ഓർഡർ കൊടുത്തുകൊണ്ടിരുന്നത്. പുള്ളി പറഞ്ഞ് ഞാൻ കൊടുത്ത കാശ് കൊണ്ടാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഒരാൾ ചോദിച്ചു, നിനക്ക് എവിടെ നിന്ന് കിട്ടിയ പൈസ? അല്ലല്ലേ, ആഴ്ചയിൽ അടക്കെന്ന് പറഞ്ഞാൽ ഞാൻ അവന്റെ കൊടുത്തേ. അതെന്റെ ജോലിയല്ലേ? ജോലിയാ, പക്ഷെ ഞാനല്ലേ കൊടുത്തേ. ഇപ്പൊ പോസ്റ്റ്മാൻ വരെ വിളിച്ചു പറയും, ഞാൻ കൊടുത്തിട്ടാ വീട് പണിതേ. എന്റെ പൊന്നു മക്കളെ, മനുഷ്യൻ തന്നാൽ ഒരു ദിവസം വിളിച്ചു പറയും. എന്നാൽ ഇന്ന് രാത്രി എണ്ണമില്ലാത്ത നന്മകൾ, എണ്ണിക്കൂടാത്ത നന്മകൾ തമ്പുരാൻ തന്ന് ഒരു മനുഷ്യനോടവൻ പറയത്തില്ല, ഒരു മനുഷ്യനോടവൻ പറയത്തില്ല. കാരണം ഉയർച്ച ദൈവത്തിനൊന്ന് സ്തുതിച്ച് ഈ രാത്രി ആത്മാവിന്റെ ദൂത് പറയട്ടെ. ഒരു മനുഷ്യന്റെ കൈയല്ല ഇന്ന് രാത്രി ദൈവം തുറക്കുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നു, മക്കളെങ്കിൽ നാം അവകാശികൾ. നമ്മുടെ മക്കളാ. നമ്മുടെ ഒന്നാമത്തെ വിളി എന്റെ ബ്രോണി മകൻ. ഞാൻ ആരാ? പിന്നെ എന്തിനാ നോക്കുന്നേ? നീ മകനാണെങ്കിൽ നിനക്ക് കിട്ടേണ്ട അവകാശം ദൈവം തരും. നീ മകനാണെങ്കിൽ നിനക്ക് ലഭിക്കേണ്ട തലമുറ ദൈവം തരും. ഇന്ന് രാത്രി ദൈവാത്മാവ് ഈ വചനത്തിലൂടെയാണ് പറയുക, നിനക്കൊരു അപ്പനാണ് ഉണ്ടെന്ന് നിനക്കൊരു ബോധ്യമുണ്ടെങ്കിൽ, നീ ഒരു അപ്പനെയാണ് സേവിക്കുന്നതെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ, ബലഹീനതയുടെ നടുവിൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ കൃപയുടെ ആഴം ഇന്ന് രാത്രി എന്റെ ദൈവം വെളിപ്പെടുത്തും. ഇന്ന് രാത്രി പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിച്ചോ. ഞാന് ഒരു ചരിത്രമല്ല സേവിക്കുന്നത്, ഒരു ബലഹീനനായ ഒരു ദൈവമല്ല. എന്റെ ഒപ്പം ബഹുസമ്പന്നൻ. സന്തോഷമുണ്ടോ? ഞാൻ ഇന്ന് രാത്രി ഒരൊറ്റ കാര്യം ആഗ്രഹിക്കുന്നു. എന്താണെന്നറിയാമോ? നിങ്ങൾ ഇന്ന് രാത്രി ബലത്തോടെ പോകണം. ഇന്ന് ശക്തി പ്രാപിച്ചു വേണം പോകാൻ. ഇന്ന് രാത്രി കൊണ്ട് നിങ്ങൾ ഒരു മനുഷ്യന്റെ മുമ്പിൽ കൈ നീട്ടരുത്. തമ്പുരാനാ പറയുന്നേ. അച്ഛാ, ഒരു മനുഷ്യനും കൈ നീട്ടരുത്. മനുഷ്യൻ തന്ന വിളിച്ചു പറയും, പക്ഷെ ദൈവം തന്നാൽ ഒരുവനോട് പറയത്തില്ല.
ആണ് കർത്താവേ, എനിക്ക് ചർച്ച വേണം കർത്താവേ. യേശുവേ, എനിക്ക് ചർച്ച വേണം. ഞാന് കർത്താവിന് വേലക്ക് ഇറങ്ങിയപ്പോ ഞാൻ ജോലി പോയിട്ടാ എന്റെ അപ്പനും അമ്മയും കഴിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ ജോലി നിർത്തുന്ന സമയത്ത് എനിക്ക് 110 രൂപ ശമ്പളം ഉണ്ട്. 110 രൂപ ഒരു ദിവസം കൽപ്പണിക്ക് പോയാൽ 110 രൂപ കിട്ടും. തമ്പുരാന്റെ വേലക്ക് ഇറങ്ങിയപ്പോ ഞാൻ അപ്പനോട് പറഞ്ഞു, അപ്പ ഞാൻ നിന്റെ വേലക്ക് ഇറങ്ങാം, പക്ഷെ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. എന്റെ അപ്പനും അമ്മയും എന്ന് വെച്ചാൽ എനിക്ക് ജീവനാണ്. പ്രത്യേകിച്ച് എന്റെ അമ്മയെന്ന് പറയുന്നത് എന്റെ രക്തത്തിലാണ്. ഈ അമ്മമാരെ ആരെങ്കിലും പീഡിപ്പിക്കുന്ന കണ്ടാൽ എന്റെ സ്വഭാവം മാറും. കാരണം എനിക്ക് അത്ര ജീവന എന്റെ അമ്മ, എന്റെ അപ്പൻ. ഞാൻ കർത്താവേ, ഞാൻ നിന്റെ വേല ചെയ്യാം, പക്ഷെ എന്റെ അപ്പനും അമ്മയും പട്ടിണിക്കിടരുത്. അപ്പനമ്മേ പട്ടിണിക്കിടരുത്. ഞാൻ ഒരിക്കൽ മുറിക്കകത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോ തമ്പുരാൻ എന്നോട് പറഞ്ഞ് പേഴ്സ് എടുക്കാൻ പറഞ്ഞു. പ്രാർത്ഥന മുറിയിലിരിക്കുക. ഞാൻ പേഴ്സ് എടുത്ത് പായ വെച്ചു, കൈവെക്കാൻ പറഞ്ഞു, കൈവച്ചു. നിന്റെ അപ്പനും അമ്മയും പട്ടിണി കിടക്കത്തില്ല, ഈ പേഴ്സ് ഞാൻ കാലിയാക്കത്തില്ല. എന്റെ അപ്പൻ അന്ന് കുറച്ച് കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, മക്കളെ, ഇത് പഴയ വീടാണ്. ഞാനും സിദ്ധുവും അന്ന് വാടക വീട്ടിൽ താമസിക്കുക. മക്കളെ, ഇത് പഴയ വീടാണ്. അപ്പനൊരു ആഗ്രഹമുണ്ട്, ഇത് പൊളിച്ച് ഒരു കൊച്ചു വീടെന്ന് മോൻ വെക്കുമോ? അപ്പൊ ഞങ്ങൾ വീട്ടിൽ വന്ന് പറഞ്ഞു, നമ്മൾ വാടക വീട്ടിൽ താമസിക്കുക. പക്ഷെ അപ്പൻ, ഞങ്ങൾ രണ്ടുപേരും കൂടി വന്ന് കൈ കോട്ടേണ്ടി കർത്താവെ, അപ്പന്റെ ആഗ്രഹം ആ വീട് പൊളിച്ചൊരു ചെറിയ വീട് പണിയണം. കർത്താവെ, അങ്ങ് അത്ഭുതം ചെയ്യണം. ഞാൻ എന്ത് ചെയ്യുന്നറിയോ? 6 മാസത്തേക്ക് മീറ്റിംഗ് എല്ലാം മാറ്റിവെച്ചു. ഞാൻ നല്ല പണിക്കാരനാണ്, നല്ല പണിക്കാരൻ. കല്ലിറക്കി, ഇഷ്ടിക ഇറക്കി. എന്റെ വൈഫും എന്റെ അമ്മയും ഒക്കെ സിമെന്റ് കൂട്ടിത്തരാൻ തുടങ്ങി. അപ്പനെ ആഗ്രഹിച്ച പോലെ നല്ലൊരു വീട് പണിത് കൊടുത്തു, 1 രൂപ കടം മേടിക്കാതെ. എന്റെ അപ്പം പറഞ്ഞു, മക്കളെ, എനിക്ക് പ്രായമല്ലേ, പഴയ വീടായിരുന്നു, എന്റെ പ്രായമുള്ള എനിക്ക് അകത്തൊരു ബാത്റൂമുള്ളൊരു വീട് പണിത് തരുമോ? അകത്ത് നല്ല ടൈലൊക്കെ ഒട്ടിച്ച് നല്ല അടിപൊളിയായിട്ട് ഒരു വീട് ഞങ്ങൾ പണിത് കൊടുത്ത് ഇനാഗ്രേഷനും ഒക്കെ നടത്തി. അപ്പന്റെ അമ്മയുടെ സന്തോഷം. അവൻ അതിനകത്ത് ഭയങ്കര പാട്ടും പ്രാർത്ഥനയും ആരാധനയും ഒക്കെയാ. ഞങ്ങൾ വളരെ വീട്ടിൽ കിടക്കുക. ഇന്ന് എന്റെ അപ്പനും അമ്മയ്ക്കും ഒരു കൊച്ചു വീട്, 2 മുറിയും ഒരു അടുക്കളയും ഉള്ള ഒരു ബാത്റൂം ഉള്ള ഒരു വീട് പണിത് കൊടുത്തപ്പോൾ, മക്കളെ, 5 വീട് ദൈവം എനിക്ക് തന്നു. 5 വീടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഏതെങ്കിലും മലയുടെ മൂല ഒരു വീട് അല്ല. ആമേൻ. പട്ടണത്തിന്റെ നടുവിൽ ലിബറേറിയൻ ഹോട്ടൽ നിൽക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് അവൻ ഒരു മനുഷ്യൻ ഇമാജിൻ ചെയ്യാൻ കഴിയാത്തതുപോലെ പട്ടണത്തിൽ നടുവിൽ, വൈറ്റിലുകളുടെ നടുവിൽ, ഹൃദയഭാഗത്ത് അവൻ ഒന്നല്ല, 1 ചോദിച്ചപ്പോൾ 5 ദൈവം തന്നു. എന്നിട്ട് തമ്പുരാൻ പറഞ്ഞു, എടാ, എന്റെ മുഖത്തോട്ട് നോക്കുന്നവൻ ചിരട്ട എടുത്തുകൊണ്ട് തെണ്ടാൻ ഞാൻ അനുവദിക്കത്തില്ല. രാജാവിനെ സേവിക്കുന്നത്, രാജാക്കന്മാരുടെ രാജാവിനെ സേവിക്കുന്നത്, ഇന്ന് രാത്രി ഒരൊറ്റ ദൂത് പറയുക, അവനെ സേവിക്കുന്നത് ലക്ഷിക്കയില്ല. എന്റെ ഉള്ളം ഇന്ന് രാത്രി ഭയങ്കരമായ കത്തലിയ. എനിക്കറിയില്ല, ഈ കുഞ്ഞുങ്ങളോടൊക്കെ ഇന്ന് രാത്രി ആത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുക. മക്കളെ, തന്റെ ഇടത്തോടെ കേൾക്കണം, നിങ്ങൾക്ക് ഒരു അപ്പനുണ്ട്. നീ സേവിക്കുന്ന അപ്പൻ ദരിദ്രനല്ല. ആണോ? 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 ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കോസ്റ്റൽ ഏരിയയിൽ, മക്കളെ, ഞങ്ങളുടെ നാട്ടിൽ ദേശത്ത് ആദ്യമായിട്ട് പെന്തക്കോസ്തി വരുന്നത് കൊച്ചിയിൽ സിന്ധുവിന്റെ അമ്മച്ചിയാണ്, വൈഫിന്റെ മദറാ. യൂട്രസ് പഴുത്ത് ക്യാൻസർ വന്ന് മരിക്കാൻ കിടന്ന് ദിവസങ്ങൾ മാത്രം. തനിക്ക് 6 വയസ്സ്, അനിയത്തിക്ക് 3 വയസ്സ്. ഡോക്ടർ വിധി എഴുതി 3ാമത്തെ ദിവസം മരിക്കും. മരിക്കാനായിട്ട് 1 ദിവസം ബാക്കിയുള്ളപ്പോൾ അവൻ വാഴല വെട്ടിയിട്ട് വാഴലക്കകത്ത് കിടത്തി മുറ്റത്ത് പന്തലിടാൻ കൊണ്ടുവന്ന് പന്തലിന് സാധനം വെക്കുമ്പോൾ വഴി കൂടി 2 ദൈവദാസന്മാർ വിളിച്ചു പറയുന്നു, യേശു രോഗിയെ സൗഖ്യമാക്കുന്നു, യേശു വരുന്നു, യേശു ഭൂതങ്ങളെ പുറത്താക്കും. റാന്നിയിലുള്ള ഒരു കുക്ക് ജോണി പാസ് ബാബുശാൻ അറിയാം. അവൻ നിലമ്പൂരുള്ള ഒരു ജോണിക്കുട്ടി പാസ്. നാട്ടുകാർ പറഞ്ഞു, നിങ്ങൾ പ്രസംഗിക്കുന്ന യേശു ജീവിക്കുന്നു. ഉണ്ട്. അവിടെ ഒരു ചേച്ചി മരിക്കാൻ കിടക്കുക, 2 പെൺമക്കളുണ്ട്, പോയി പ്രാർത്ഥിക്കുക. അവർ വന്ന് മുട്ട നിന്ന് പ്രാർത്ഥിച്ചു. മുട്ട നിന്ന് പ്രാർത്ഥിച്ച്
കൈയെടുക്കുന്നതിന് മുമ്പ് മരിക്കാൻ കിടന്ന് അമ്മച്ചി ചാടി എഴുന്നേറ്റു. വെള്ളം കൊടുത്തു, ആഹാരം കൊടുത്തു, ജീവൻ കിട്ടി. അവൻ പന്തലിടാൻ വന്നവർ പന്തലിന്റെ കുറ്റി കൊണ്ടുപോയി തിരിച്ചു കൊടുത്തു. മരണ വീട് ജീവന്റെ ആരാധനയുടെ വീടായി. ഈ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന എന്നാന്നറിയോ? കേൾക്കണം. ഞങ്ങളൊക്കെ ഇത്രയും മാനിച്ചതിന്റെ പിന്നിൽ രഹസ്യം എന്താണെന്നറിയോ? ഈ 2 പെമ്മക്കളെയും കൊണ്ട് അപ്പനും അമ്മച്ചിയും തെരുവിൽ പോകും. എന്നിട്ട് ഡ്രാമറിനടിച്ച് പാട്ട് പാടും. അമ്മച്ചി സാക്ഷ്യം പറയും. ഈ കുഞ്ഞുങ്ങൾ വഴിയിൽ നിന്ന് പാട്ട് പാടും. യേശു സൗഖ്യമാക്കുന്നവൻ, യേശു വിവരിക്കുന്നവൻ. ആ വഴി കൂടി പോയ 2 ദൈവദാസന്മാരെ വീട്ടിൽ കൊണ്ടുവന്ന് ഒരു ബെഡ്റൂമേ ഉള്ള ബെഡ്റൂമിനകത്ത് 11 വർഷം താമസിപ്പിച്ചു. 11 വർഷം. ഈ 2 പെൺകുഞ്ഞുങ്ങളെ കൊണ്ടുപോയി കിച്ചണിൽ കൊണ്ടുപോയി അവൻ അടുക്കളയിൽ നിന്ന് വിറക് മാറ്റി അതിന്റെ അടിയിലോട്ട് കിടത്തിയിട്ട് ഒറ്റ ബെഡ്റൂം 11 വർഷം 2 ദൈവദാസന്മാർക്ക് വിട്ടുകൊടുത്തു. കൊച്ചിയിലെ വേലക്ക് 82 ചർച്ച ഉണ്ട് കോസ്റ്റിലേക്ക്. അവര് താമസിച്ച വീട് ചർച്ചിന് വേണ്ടി കൊടുത്തു. അവരോട് ദൈവം പറഞ്ഞു, വണ്ടിപ്പെരിയാറേക്ക് പോകാൻ, കർത്താവിന്റെ വേല ചെയ്യാൻ. ഈ 2 പെൺകുഞ്ഞുങ്ങളെ കൊണ്ട് വണ്ടിപ്പെരിയാർ വൈകേക്കണം കേട്ടോ. അവിടെ ചെന്ന് കർത്താവിനെ സേവിക്ക്. തേയിലത്തോട്ടത്തിലെ തൊഴിലാളികളോട് അപ്പനും മക്കളും രാവിലെ എഴുന്നേറ്റ് സുവിശേഷം പറയും. പട്ടിണിയായി, കയ്യിലെ കാശെല്ലാം തീർന്നു, 5 പൈസയില്ല. ദിവസങ്ങൾ ഈ 2 മക്കളും പട്ടിണി കിടന്നു. മഞ്ഞവെള്ളം ഛർദ്ദിക്കാൻ തുടങ്ങി. വിരിച്ചിട്ട പായിൽ അവർ 2 പേരും മരണത്തോട് മല്ലടിക്കുമ്പോൾ അപ്പച്ചന്റെ പിടുത്തം വിട്ടു. അപ്പച്ചൻ പറഞ്ഞു, എന്റെ മക്കള് ഈ കാട്ടിൽ കിടന്ന് മരിക്കുമല്ലോ എന്ന് അമ്മച്ചിയോട് പറഞ്ഞു. അമ്മച്ചി പറഞ്ഞില്ല, എന്നെ സൗഖ്യമാക്കിയ അപ്പൻ നമ്മെ കൈവിടത്തില്ല. പക്ഷെ അന്ന് രാത്രി ഇവർ 2 പെൺമക്കളും മരണത്തോട് മല്ലടിച്ച് ഒരു കടയുടെ തിണ്ണക്കകത്ത് ഒരു കൊച്ചു തിണ്ണയിൽ കിടന്നുറങ്ങുമ്പോൾ രാത്രി 1 മണിക്ക് മക്കളെ കേക്ക് കേട്ടോ, കഥകേതൊരു മുട്ട്. ചെന്ന് കഥക തുറന്നു. ഒരു മനുഷ്യൻ വന്ന് നിൽക്കുന്നു. എന്താന്ന് ചോദിച്ചു. ഞാനൊരു കാര്യം ചോദിക്കാൻ വന്നതാ. നിങ്ങൾ ആഹാരം കഴിച്ചു? അമ്മച്ചോട് കഴിച്ചു. മക്കളെ കഴിച്ചു. ഉടനെ ആ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ നുണ പറയരുത്. ഞാനൊരു ഹൈന്ദവനാ, ഞാനൊരു ഹിന്ദുവാ. പക്ഷെ നിങ്ങൾ ആരാധിക്കുന്ന യേശു എന്റെ വീട്ടിൽ വന്ന് പറഞ്ഞു, നിങ്ങൾ പട്ടിണിയ ആഹാരം കൊണ്ട് കൊടുക്കാൻ. ഒരു വലിയ കൊട്ടയെടുത്ത് അവിടെ മുന്നിലേക്ക് വെച്ചിട്ട് പറഞ്ഞു, ഈ കൊട്ടക്കകത്ത് നിറച്ച ആഹാരമുണ്ട്. നിങ്ങളുടെ യേശു പറഞ്ഞിട്ട് ഇന്ന് രാത്രി വന്നത്, അവൻ ഇന്ന് രാത്രി ജീവിക്കുന്നു. ഈ രാത്രി തമ്പുരാനെ സേവിക്കുമ്പോ അവൻ ഇന്ന് രാത്രി ഇതിന്റെ നടുവിൽ. ഞാൻ ഇടയ്ക്ക് വിശ്വാസത്തിൽ എവിടെയെങ്കിലും ക്ഷീണിക്കുമ്പോ, എവിടെയെങ്കിലും ഈ പ്രശ്നങ്ങളുടെ നടുവിൽ എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോ ഇടക്കിടക്ക് എന്നോട് താൻ ഈ അനുഭവം പറയും. ക്ഷീണിക്കരുത് കേട്ടോ, ഞങ്ങൾ ഒത്തിരി പട്ടിണി കിടന്ന ഇവിടെ വന്നേ, ഞങ്ങൾ ഒത്തിരി തകർന്ന ഇവിടെ വന്നേ, പക്ഷെ കൈവിട്ടിട്ടില്ല. ഇനി മക്കളെ ഒരു സാക്ഷി കൊണ്ടെന്ന് പറഞ്ഞോട്ടെ. അന്ന് രാത്രി ഈ പിള്ളേരെ എഴുന്നേപ്പിച്ച് വയറ് നിറച്ച് ആഹാരം കൊടുത്തു. പിറ്റേ തിങ്കളാഴ്ച തൊട്ട് മണി ഓർഡർ വരും 20 രൂപ എല്ലാ ദിവസവും. പോസ്റ്റ് മുടക്കുള്ള ദിവസം 20 രൂപ കൂട്ടി വരും. എല്ലാ ദിവസവും 20 രൂപ. അപ്പൊ മണി ഓർഡർ കൊണ്ടുവന്ന പോസ്റ്റ്മാനോട് ചോദിച്ചു, സാറേ ഇത് ആരാ അഴക്കുന്നേ? അയാള് പറഞ്ഞു, ആരാണ് അഴക്കുന്നതെന്ന് അറിയത്തില്ല, പക്ഷെ നിങ്ങളുടെ അഡ്രസ്സിൽ തെറ്റാതെ വരുന്നുണ്ട്. അവിടെ വെച്ചാണ് കർത്താവ് പറഞ്ഞു, അവിടുന്ന് വൈപ്പിങ്കരെ പോയി കർത്താവിന് വേല ചെയ്യണം. അവരവിടെ വണ്ടിപ്പെരിയാറെന്ന് ഇടുക്കിയിൽ നിന്ന് നേരെ പൈപ്പിലോട്ട് കർത്താവിന്റെ വേലക്ക് 2 പെൺകുഞ്ഞുങ്ങളെ കൊണ്ട് അപ്പച്ചനും അമ്മച്ചും പോരുന്നത് വരെ ഈ മണി ഓർഡർ വന്നുകൊണ്ടിരുന്നു. ഇന്ന് രാത്രി സാമേ ഞാനൊരു ദൂതങ്ങ് പറയുക, ഈ അപ്പനെ സേവിച്ചാൽ ഒരുത്തന്റെ മുമ്പിലും ലക്ഷിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. ഒരു മനുഷ്യന്റെ മുമ്പിലും തല ഉരിപ്പാൻ എന്റെ ദൈവം അനുവദിക്കില്ല. തലമടിച്ച് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ച് അവരുടെ സമയം
ഓടിപ്പോകുന്നത് കൊണ്ട് ഈ ഒരു മെസ്സേജ് പ്രസംഗിക്കാൻ ഏറ്റവും ചുരുങ്ങിയത് 3-3.5 മണിക്കൂർ വേണം. എങ്കിലും എനിക്കിത് വിശാലമായി പറയാൻ പറ്റൂ. എങ്കിലും ഞാൻ ക്യാപ്സൂൾ പരിവച്ച് തരാൻ കേട്ട മക്കളെ, നിങ്ങൾ ആദ്യം ജനിച്ചു. നിങ്ങൾ ആദ്യം ജനിച്ചപ്പോൾ എവിടെ ജനിക്കണമെന്ന് ഒരു ഓപ്ഷൻ ദൈവം നിങ്ങൾക്ക് തന്നില്ല. നല്ല മാതാപിതാക്കളെ ദൈവം തന്നു. എന്നാൽ രണ്ടാമതൊരു ജനനം ദൈവം നിങ്ങൾക്ക് തന്നു. കെടുന്ന ബീജത്താലല്ല, കെടാത്തത് നിലനിൽക്കുന്നതുമായ ദൈവവചനമെന്ന ദൈവവചനത്തിന്റെ ബീജത്താൽ നാം വീണ്ടും ജനിച്ചു. വീണ്ടും ജനിച്ചപ്പോൾ നമുക്കൊരു അപ്പനെ കിട്ടി. അപ്പന്റെ പേര് എല്ലാവരും ഉറക്കെ പറഞ്ഞേ. അവന്റെ പേര് ഒന്നുകൂടി പറഞ്ഞേ. നമ്മുടെ അപ്പന്റെ പേരാണ് യേശു. അല്ലേ മക്കളെ? വേദപുസ്തകത്തിനകത്ത് 3 പുത്രത്വം ഉണ്ട്. ഇത് അറിഞ്ഞിരിക്കണം. 3 പുത്രത്വം ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു പഴയ നിയമത്തിൽ പുത്രത്വമില്ല. പക്ഷെ ഒരു മകനുണ്ട് പഴയ നിയമത്തിൽ. ആരാന്നറിയോ? ലൂക്കോസ് സുവിശേഷം വീട്ടിൽ വായിച്ചാൽ മതി. ലൂക്കോസ് സുവിശേഷം 3-38 വായിക്കുമ്പോൾ ആദാം ദൈവത്തിന്റെ മകൻ, the son of God. ആദാം ദൈവത്തിന്റെ മകൻ. പഴയ നിയമത്തിൽ ദൈവത്തിന്റെ മകൻ എന്ന് പറയുന്നവൻ ആദാമാണ്. ആദാം ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയപ്പോൾ പുത്രത്വം പോയി. വേദപുസ്തകത്തിൽ രണ്ടാമതൊരു പുത്രൻ, തന്റെ ഏകജാതനായ പുത്രൻ. ആ പുത്രൻ സ്വർഗാരോഹണം ചെയ്തു. ഇതാ ഭൂമിയിൽ അടുത്ത പുത്രൻ എഴുന്നേറ്റു. അവനെ കൈക്കൊണ്ടവനും നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ മകൻ ആദാം, രണ്ടാമത്തെ മകൻ പുത്രനായ മശിഹ, മൂന്നാമത്തെ മകൻ. മനസ്സിലായോ? സ്വന്തം പറഞ്ഞേ. ഇനി ഒരു കാര്യം കൂടി ഒന്ന് ലളിതമായി പറയാം. യേശുവിന് 30 വയസ്സുവരെ യേശു അപ്പന്റെ കൂടെ മരപ്പണിക്ക് പോയായിരുന്നു. കാർപ്പന്റർ ആയിരുന്നു. അല്ലേ മോനെ? മക്കളെ സമയം ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. 30 വയസ്സുവരെ കാർപ്പന്റർ പണിക്ക് പോകുമ്പോഴും യേശു ദൈവമായിരുന്നു മനുഷ്യനായിരുന്നു? രണ്ടുമായിരുന്നു. അല്ലേ? ശരിയല്ലേ? പക്ഷെ ഏതെങ്കിലും ഒരു വീട്ടിൽ പോയി കാർപ്പന്റർ പണിക്ക് പോയിട്ട് എവിടെയെങ്കിലും ഭൂതം ഇളകിയോ? ഇളകിയോ? ഇല്ല. എന്റെ സ്നാനക്കടവിൽ ഇറങ്ങി ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ നിമിഷം മുതൽ ഗദരദേശത്തേക്ക് കാല് വെച്ചപ്പോൾ 6000 ഭൂതം ഇളകിയില്ലേ? അവൻ അങ്ങനെയാണെങ്കിൽ പുത്രത്വം എന്ന് നമ്മുടെ മേൽ ഉണ്ടെന്ന് നമുക്ക് വെളിപ്പെടുന്നു. അന്ന് മുതൽ ഭൂതങ്ങൾ അലറാൻ തുടങ്ങും. ഇന്ന് രാത്രി ഞാൻ ഒറ്റ ദൂത പറയാം. ഞാനിത് ആത്മാവിൽ പറയാം. ഒരിക്കലേ അവൻ കർത്താവിന്റെ ഷാജനില്ലേ, ഷാജൻ ഭാഷ പറഞ്ഞ സമയത്ത് ഞാൻ എന്നോട് പറഞ്ഞു, എന്നിട്ട് ഭാഷ എനിക്ക് ഭൂതത്തെ പുറത്താക്കണം. ഞാൻ പറഞ്ഞു അത് സിമ്പിളാ. എന്നാ നീ ഒരു മകനാണെന്നും നിന്റെ മേലെ പുത്രത്വം ഉണ്ടെന്നും നീ മനസ്സിലാക്കിയാൽ ഒരൊറ്റ വാക്ക് പറഞ്ഞ ഭൂതം പോയിരിക്കും. ഞാൻ ഇന്ന് പറയാം ഭൂതശാന്തി, രോഗശാന്തി എന്ന് പറഞ്ഞ സ്പെഷ്യൽ സ്കീമൊന്നുമില്ല. ഇതാരിലും വെളിപ്പെടാനുള്ള ഒരൊറ്റ മാർഗം നീ ആരാന്ന് മനസ്സിലാക്കി. ഈ പുത്രത്വം നിന്റെ മേലുണ്ടോ? ഉണ്ട്. അത് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ നമ്പർ 1 നിങ്ങൾ മക്കളാണ്. ഇനി അടുത്തിരിക്കുന്ന ആട് മുഖത്ത് നോക്കി പറഞ്ഞ 5 മിനിറ്റ് കൂടി ഉണ്ട്. വേഗം പറ, എന്റെ മേലെ ഒരു പുത്രത്വം ഉണ്ട്, എന്റെ വലിയ മകനാകാനാണ്. അടുത്തിരിക്കുന്നവർ കൈ കൊടുത്ത് പറ, ഞാൻ ആരാണ്? ഞാൻ അവന്റെ മകനാ. ഞാൻ പറഞ്ഞേ, ഞാൻ അവന്റെ മകനാ. എന്റെ മേലൊരു അധികാരമുണ്ട്. ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യും. തൊടുപുഴയിൽ ഞാനിങ്ങനെ പ്രസംഗിക്കുക കേട്ടോ. നിറച്ചൊരു വീട്ടിനകത്താണ് പ്രസംഗിക്കുന്ന സമയത്ത് ഈ സഹോദരിമാരുടെ ഇടയിൽ ഒരു പെൺകുട്ടിക്ക് ഭൂതമായി. അപ്പൊ എനിക്ക് ഇറങ്ങി ചെല്ലാൻ ഒക്കുന്നില്ല, ഭയങ്കര തിരക്കാം. അപ്പൊ അവിടെ ഇരുന്നൊരു അമ്മച്ചി പറഞ്ഞു, അവിടെ നിൽക്ക്, ഞാൻ ഏറ്റത്. 10-25 വയസ്സുണ്ട്, 2 വെപ്പുപല്ലേ ഉള്ളൂ. അമ്മച്ചി നാടെടുത്ത് അങ്ങ് കുത്തിയിട്ട് ചെന്നിട്ട് ഒരു പല്ല് താഴെ. നടന്ന സംഭവം ഞാനീ പറയുന്നത്. ഭൂതം അങ്ങ് വിട്ടുപോയി. ഞാനങ്ങ് അത്ഭുതപ്പെട്ട് നിൽക്കുക. മീറ്റിംഗ് കഴിഞ്ഞ് ഓടിച്ചെന്ന് അമ്മച്ചിയെ കെട്ടിപ്പിടിച്ച് ഉമ്മോടുന്നു പോലെ, അമ്മച്ചി എന്റെ ജീവിത ലൈഫിൽ ആദ്യമായിട്ട് കാണുക ഇങ്ങനൊരു സംഭവം. അമ്മച്ചിക്ക് എന്ത് കിട്ടി കൃപ? അമ്മച്ചി പോലെ ആദ്യമായിട്ട് ചെയ്യുക. ചതിന്റെ പറ്റി മോനെ നീ കേറിയപ്പോ പറയുക
അധികാരമുണ്ട്. അങ്ങനെയാണെന്ന് ടെസ്റ്റ് അടിച്ച് നോക്കിയാൽ ടെസ്റ്റ് പാസ്സായി. മനസ്സിലായോ? ഞാൻ നിങ്ങളോട് കരം കൂപ്പിക്കൊണ്ട് പറയാം, മക്കളെ, നിങ്ങൾ മുന്നിൽ പുത്രത്വം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങൾ കൈവച്ച ഭൂതം വിട്ടുപോകും. ഇന്ന് രാത്രി മുതൽ നിങ്ങളുടെ മേൽ ആ ദൈവകൃപ ഓപ്പണാകാൻ പോകുകയാണ്. ആ അഭിഷേകം ഓപ്പണാകാൻ പോകുകയാണ്. ആ ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി ഓപ്പണാകാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ കരമടിച്ച് ഒന്ന് രാത്രി ആരാധിച്ച് നിങ്ങളുടെ ആ ദൈവകൃപയുടെ വ്യാപാരം ഇന്ന് രാത്രി ഓപ്പണായി വരട്ടെ. ഇന്ന് രാത്രി ഓപ്പണായി വരട്ടെ. ദൈവത്തിന്റെ മഹത്വം ഇന്ന് രാത്രി ഓപ്പണായി വരട്ടെ. ഞാന് ആ ഭാഗമൊക്കെ എല്ലാം മാറ്റുക. എന്താ സമയമില്ലാത്തതുകൊണ്ട് ഒന്ന് നിങ്ങളുടെ വിളി പുത്രത്വത്തിന് വിളി. രണ്ടാമത്തത് ഒന്നെടുത്ത് വായിക്കാമോ? 2-ാമത്തെ അധ്യായം 2-ാം വാക്യം 2-ന്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. വേഗം വായിച്ചു. നിങ്ങളെ രണ്ടാമത് വിളിച്ച നമ്മുടെ ക്രിസ്ത്യൻ കോളിങ്ങിന്റെ രണ്ടാമത്തെ കോളിംഗ് എന്നാ? ഇനി അടുത്തിരിക്കുന്ന ആളോ ഒന്ന് സൂക്ഷിച്ച് നോക്കി, ഇത് പഠനമാണോ ആണോ? ഇന്ന് ചോദിച്ചിട്ടെ, നിങ്ങളുടെ വീട്ടിൽ എക്സ് മിലിറ്ററി ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? മിലിറ്ററിക്കാണ്, പട്ടാളക്കാർ ആരെങ്കിലും വീട്ടിൽ വകയിൽ ആരെങ്കിലും ഇല്ലേ? ഇല്ല. ഉണ്ട്. ആരാ? അവിടെ വസ്ത്രധാരണം എങ്ങനെയാ? കുറച്ച് പുറത്തും കുറച്ചകത്തും കുറച്ച് ഇവിടെ, അങ്ങനെയാണോ? ആണോ? പിന്നെ എങ്ങനെ? ഏതെങ്കിലും ഒരു മിലിറ്ററിക്കാരോ റിട്ടയർഡ് ആയവൻ പോലും നിൽക്കുന്ന കണ്ടിട്ടോ ഇങ്ങനെ കണ്ടോ? അല്ലാതെ പ്രസംഗിക്കാൻ വരുമ്പോ വയറെടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ടൊന്നുമല്ല അവൻ നിൽക്കുന്നത്. അവന്റെ നിപ്പ് കണ്ടതറിയാം. ഞാൻ ഇതിനകത്തൊക്കെ ഭയങ്കരമായിട്ട് കാര്യം കൊടുക്കുന്നവനാണ്. സോദരം, ഇത് മനസ്സിലാക്കിയപ്പോ തൊട്ട് ഞാൻ ജിമ്മിൽ പോവാൻ തുടങ്ങി. മഴയുണ്ടോ? നീ ജിമ്മിൽ പോവും, നല്ലോണം എക്സസൈസ് ചെയ്യും. ഒരു പടയാള് നിൽക്കേണ്ടത് അഴന്നുവിട തുണി പോലെയല്ല, നല്ല നിവരെ നിൽക്കണം. നിന്റെ വിളി എന്നാ? അതാ ഞാന് പെർഫെക്റ്റ് ആയിട്ട് പറയാ. അവൻ നീ ധരിക്കുന്ന ഷൂവ്, നീ കൊണ്ടു നടക്കുന്ന വാഹനം, നീ ധരിക്കുന്ന നിന്റെ ഡ്രസ് കോഡ് എല്ലാം സ്പെഷ്യൽ ആയിരിക്കണം. സോദരം, ഞാന് ഷർട്ടൊക്കെ തേച്ച് മീറ്റിങ്ങിന് കൊണ്ടുപോകുന്ന കണ്ട വൈഫിനോട് ചോദിച്ചു നോക്ക്. എന്റെ പേപ്പർ എടുത്ത് കട്ട് ചെയ്ത് വെച്ചേക്ക. പേപ്പർ ഷർട്ട് തേച്ച് സ്റ്റാർച്ച് അടിച്ച് ഷർട്ട് തേച്ച് പേപ്പർ അകത്ത് വെച്ച് തേച്ച് മടക്കി ഞാൻ വെക്കും. കൊണ്ടുപോയി എടുത്ത് അങ്ങനെയാ കൊണ്ടുപോയി ഇടുന്നത്. എന്റെ വണ്ടി കാറ് കൊണ്ടുപോയി എത്ര രാത്രിയാണെങ്കിലും ട്രിവാൻഡ്രത്ത് വന്നാലും കാറ് കഴുകാതെ എടുക്കത്തില്ല. ചിലരുടെ കാറിനകത്ത് കയറിയ കോഴിക്കൂടാണോ എന്ന് മനസ്സിലാക്കി. കാറ് എന്തിന് കാറ് കഴിയുന്നത്? അവന്റെ ഷൂ പോളിഷ് ചെയ്തിട്ട് തന്നെ 1000 വർഷമായി. ഇടുന്ന കോട്ടയ്ക്ക് ഇവിടെയൊക്കെ ട്രൈക്കിങ് ചെയ്യണം. ഒരു ആമേനെന്ന് പറ, ഒരു ഹല്ലേലൂയ പറ. നമ്മളെ വിളിച്ച ആരായിട്ടാ? സോദരം, നിന്നതായിരിക്കണം, പോയതായിരിക്കണം. ഒരു പാട്ട പാടിയുള്ളൂ, അത് പാടിയതുപോലെ ആയിരിക്കണം. ഒരു പ്രസംഗം പ്രസംഗിച്ചുള്ളൂ, അത് പ്രസംഗം അതുപോലെ ആയിരിക്കണം. ഞാൻ കലവാളൂർ പ്രസംഗിച്ചോണ്ടിരിക്കുക. നമ്മുടെ സാമച്ചൻ പാസ്റ്റർ അവിടെ ഓഡിറ്റോറിയത്തില്ല. ഒരുത്തൻ ഓടിക്കാറി വാളും കൊണ്ട് ബിജെപിക്കാരൻ വേട്ടുവട, ഞാൻ വാള, അവനെ അത്തുപടി കൂടി. കണിയും അന്ന് പോയി നമ്മൾ അങ്ങനെ വെട്ടുവിടാന്ന് പറഞ്ഞു. നമ്മൾ വാടാ കയറി. ഞാൻ വിളിച്ചവനെ രക്ഷിക്കപ്പെടുന്നതാണ്. അവനോർത്ത് ഞാൻ അവനെ കൊല്ലാനാണ്. അവൻ പോയിട്ട് ആരോടോ പറഞ്ഞത്, എടാ ഇവന്മാരെ നമ്മൾ വിചാരിച്ചു പോലെ ഇവന്മാരെ കൊട്ടേറ്റ ടീമാണ്. നമ്മൾ ഇങ്ങനെ പാവത്തെ
പോലെ കഞ്ഞിയും കൂടി നിൽക്കുന്ന പോലെ അയ്യോ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ അവൻ താഴത്തെ കഥ കേൾക്കുന്നേ. സോദരം പറ, ഞാൻ ഭടനാണ് എന്ന ബോധ്യത്തോടെ ഒരു അല്ലല്ലോ എന്ന് പറഞ്ഞു. ഇത് ഭടന്റെ വീട്ടിലെ കുശിന്യക്കാരൻ അല്ലല്ലോ ആയിപ്പോയി. ഞാൻ ഭടനാന്ന് ഓർമ്മയുള്ളവർ അല്ലല്ലോ. അങ്ങനെയായിരിക്കണം. ഭടൻ ചെയ്യേണ്ട 3 കാര്യം ഓടിച്ചു പറയാം. എഫെസ്യ ലേഖനം 6:11, എഫെസ്യ ലേഖനം 6:13, എഫെസ്യ ലേഖനം 6:13. ഒരു ഭടൻ ഉറച്ചു നിൽക്കണം. അവൻ വായിക്കണ്ട. ഒരു ഭടൻ ഉറച്ചു നിൽക്കണം. ഒരു ഭടൻ എതിർത്ത് നിൽക്കണം. ഒരു ഭടൻ ആയുധം എടുത്തുകൊണ്ട് നിൽക്കണം. സഭയില്ലാത്തതുകൊണ്ട് പറഞ്ഞു വിട്ടതേ ഉള്ളൂ, വിട്ടേക്ക്. 3-ാമത്തത് ഞാൻ ഓടിച്ചു പറയുന്നു. 2:5. അവൻ ഒരുത്തൻ മല്ല് കെട്ടിയാൽ ദൈവം നിങ്ങളെ വിളിച്ച എന്തിനാ? അതാ അല്ലല്ല, ദൈവം വിളിച്ചത് എന്തിനാ? മല്ല് കെട്ടാൻ. എന്താ ഈ മല്ല് കെട്ടാന്ന് പറഞ്ഞ? അറിയാവുന്നവർ പറഞ്ഞാൽ 10 പൗണ്ട് എന്നല്ല. മല്ല് കെട്ടുക എന്ന് പറഞ്ഞാൽ എന്താ? അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടി 10 പൗണ്ട് എനിക്ക് തരും. മല്ല് കെട്ടുക എന്ന് പറഞ്ഞാൽ റെസ്ലിംഗ് കണ്ടിട്ടില്ല മക്കളെ? കണ്ടോ? ഈ റെസ്ലിംഗ് എന്ന് പറയുന്ന പേരാ ഇന്ന് മല്ല് കെട്ടുക. പടയാളി യുദ്ധം ചെയ്യുമ്പോൾ കൂട്ടുപടയാളി കാണും. ഓക്കെ, മല്ല് കെട്ടുന്നവൻ ഗുസ്തിക്കിറങ്ങുമ്പോൾ ഒറ്റക്ക് നിൽക്കണം. ദൈവം നിന്നെ വിളിച്ചത് ചിലടത്ത് ഒറ്റക്ക് നിൽക്കാനാ. ഒരു സ്വന്തം പറയാൻ പറ്റുമോ? ഉപദേശി കാണത്തില്ല, സഭക്കാർ കാണത്തില്ല, കൂടെ ആരും കാണത്തില്ല. ദൈവം നിന്നെ വിളിച്ചത് തനിച്ച് നിൽക്കാനാ വിളിച്ചത്. നിന്റെ വിളി ഒറ്റക്ക് നിൽക്കാനാ. പരാജയപ്പെടരുത്. വിടുന്നു. 2 അധ്വാനിക്കുന്ന ദൈവം നിങ്ങളെ വിളിച്ചെന്തിനാ? അടുത്തിരിക്കുന്ന ആളോട് വേഗം നിർത്താൻ പോയാ. അടുത്തിരിക്കുന്ന ആളോട് നിന്നെ വിളിച്ചത് അധ്വാനിക്കാൻ. പറഞ്ഞു മടിയല്ല ദൈവത്തിന് വേണ്ട ഒന്ന് പറഞ്ഞു മക്കൾ എല്ലാവരും പറഞ്ഞു മടിയല്ല ദൈവത്തിന്, മടിയല്ല ദൈവത്തിന് വേണ്ട. മടിയന്മാരെ ഈ പ്രസ്ഥാനത്തിന് വേണ്ട. ഒരു അല്ലുരിക പറ. മടിയന്മാരെ വേണ്ടേ വേണ്ട. ഒരു സ്വത്രം എന്ന് പറഞ്ഞേ. മടിയന്മാർ സക്സസ് ആകത്തില്ല. മടിയൻ ഒരിക്കലും ഗുണം പിടിക്കത്തില്ല. അനുഗ്രഹിക്കപ്പെടണോ അധ്വാനിക്കുന്നവരാകണം. പക്ഷെ ഞാൻ ഒരു സമയത്തും വെറുതെ ഇരിക്കത്തില്ല. എന്നോട് ഈ വൈഫും പിള്ളേരും എന്റെ പൊന്നു പപ്പ വല്ലയിടത്തൊന്ന് മാറി കിടക്ക്. ഇരിക്കത്തില്ല. ഒന്നില്ല, മുറ്റത്തെ പുല്ലെങ്കിലും പറിക്കും. എന്റെ വീടിന്റെ ബാക്കിൽ ഇങ്ങനെ കുറച്ച് സ്ഥലമുണ്ട്. അവിടെ ഞങ്ങള് കൃഷിയൊക്കെ ഉണ്ട്. അവിടെ ഇങ്ങനെ ലോണൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. പുല്ല് ഞാൻ തന്നെയാ വെട്ടുന്നത്. എല്ലാം മീറ്റിംഗ് കഴിഞ്ഞ് വന്നിട്ട് എല്ലാം ചെയ്യും. ഒരു പണിയുമില്ലേ, പാട്ട് കേട്ടോണ്ടിരിക്കും. ഒരു പണിയുമില്ലേ, പ്രസംഗം കേട്ടോണ്ടിരിക്കും. ഒരു പണിയില്ലേ, അവൻ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. മടിയനെ ദൈവത്തിന് വേണ്ട. പ്രത്യേകിച്ച് ഈ UK ക്ലൈമറ്റ് മടിയന്മാർക്ക് പറ്റിയ ക്ലൈമറ്റാണ്. അല്ലേ? ഒരു ദിവസം ചെയ്ത് ഞാൻ ഇന്ന് ഉച്ചക്ക് രാവിലത്തെ മീറ്റിംഗ് കഴിഞ്ഞ് ഒരു അല്പസമയം കിടക്കാന്ന് പറഞ്ഞ ഓടിച്ചെന്നേ. കിടക്കാൻ വേണ്ടി ചെന്ന് ഒന്ന് കിടന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പറ്റുന്നില്ല, കിടന്നാൽ ശരിയാകത്തില്ല. വൈഫിനോട് പറഞ്ഞ് റെസ്റ്റ് ചെയ്യും. ഞാൻ പറഞ്ഞു വേണ്ട, ഈ രാത്രി മെസ്സേജ് നോക്കട്ടെ. എഴുന്നേറ്റിരുന്നു. കുറച്ചേ ഉറങ്ങത്തുള്ളൂ. മടിയന് വേണ്ട ദൈവത്തിന്. ഒരു അല്ലുലിയ എന്തെങ്കിലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അടുത്തേക്ക് നാളോട് എന്തെങ്കിലും ഒക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വേറെന്നും പോയി ചെയ്തു കളയരുത്. 2:15 സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പ സംഗതിയില്ലാത്ത നല്ല വേലക്കാരൻ. എങ്ങനെയുള്ള വേലക്കാരനാ? ആടുകളെ മോഷ്ടിക്കുന്ന വേലക്കാരനല്ല, നല്ല വേലക്കാരൻ. നമ്മുടെ അവിടെ കുറെ വേലക്കാരുണ്ട്. അമ്മാമ്മക്ക് അച്ഛന് ശമ്പളം കിട്ടുന്ന 10-ാം തീയതിയാ. കൃത്യം 10 മണിക്ക് വന്ന് ബെല്ലടിക്കും. എന്നിട്ട് പോവാൻ നേരത്ത് അമ്മാമ്മേ പോട്ടെ, എന്നാ പോ. അച്ഛാ പോട്ടെ, പോടാ. ഇങ്ങനെ റാവരച്ചോണ്ടിരിക്കും. പോട്ടെ, ആ പോ. പിന്നെ വേറെ ചില ആൾക്കാരുണ്ട് സാമേ, ഈ കേറി വരുമ്പോ തന്നെ ഭാര്യയും ഭർത്താവും കൂടി, ഭർത്താവ് ഇങ്ങനെ വന്ന് സെറ്റിലിരിക്കും, ഭാര്യ ഒറ്റ പോക്ക് അടുക്കളയിൽ ചെന്ന് എല്ലാ പാത്രവും പൊക്കി നോക്കും. നിങ്ങൾ സൈലന്റ് ആയി അല്ലേ? ഞങ്ങൾ വിസിറ്റിങ്ങിന് പോയാൽ ഞങ്ങൾ കയറി ചെന്നാൽ ആ ലിവിങ്ങിലിരിക്കും. അവിടെ അടുക്കളക്കകത്ത് പോയിട്ട് കയറത്തില്ല. നമ്മുടെ വിളി അതല്ലെന്നേ. നമ്മൾ അവിടെ ചെന്ന് കപ്പ ഏതാ അമ്മാമ്മേ, കപ്പക്ക് കറി എന്നാ, എന്ത് പാടാ നോക്കുന്നു.
ഇനി വേറൊരു സ്വഭാവമുണ്ട്. ചിലർ വീട്ടിൽ വന്നാൽ എല്ലാ മോനെ ഇത് എവിടെ നിന്നാണ് മേടിച്ചത്, ഇതിന് എന്ത് വിലയാണ്, എല്ലാത്തിനും വില ചോദിക്കും. ഇവൻ ശരിയല്ല, വില ഇവ ഇവിടെ വന്ന് കീബോർഡ് കൊണ്ട് ആ കൊള്ളാതെ PS ഇത് എന്ത് വിലയാണ്, എവിടെ മേടിച്ചു, ഇതെന്ത് വിലയാണ്, ചില എല്ലാത്തിനും എന്ത് ചെയ്യും. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഇതൊന്നും വിലയില്ല, ഫ്രീ ആയിട്ട് കിട്ടിയാന്ന്. ഇവൻ ചങ്കുരുക്കി ചാകട്ടെ. എല്ലാത്തിനും വില അറിയണം. ചില ദൈവദാസന്മാർ വീട്ടിൽ കയറി വന്നാൽ ഇങ്ങനെയാണ്. ചില രീതി വന്നാൽ പോകത്തുമില്ല. ചില വന്നാൽ എന്ത് ചെയ്യത്തില്ല, പോകത്തില്ല. ഞാൻ ചെയ്യുന്ന പരിപാടിയാണ്. എന്റെ വീട്ടിൽ ചിലർ വരും, ഇങ്ങനെ ഇരുന്ന് കാര്യം പറയും. അത് കുറച്ച് കഴിയുമ്പോൾ ഞാൻ പറയും, എന്നാലേ നിങ്ങൾ ഇവിടെ സംസാരിച്ചിരിക്കും, ഞങ്ങൾ പോയി കിടന്ന് ഉറങ്ങട്ടെ. ഞാൻ വിളിച്ചോണ്ട് പോകും. അപ്പൊ ഇവളെ ഇറങ്ങത്തെ, ഞാൻ പറഞ്ഞു സിന്ധു പോയി കിടന്നുറങ്ങും. ഞാനും കയറി കിടന്നു, അവരും കയറി. ഇവർ രണ്ടുപേരും കൂടി വട്ടം തിന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങി. നമുക്ക് നമ്മുടെ വില അറിയില്ല. ഒരു സ്വതന്ത്രം ചെയ്യും. നിങ്ങൾ ഒരു സ്ഥലത്ത് അല്പസമയം വേസ്റ്റ് ആണെന്ന് തോന്നിയാൽ അവിടെ നിന്ന് വിട്ടേക്കണം. രണ്ടിന്റെ 21 ഇവയെ വിട്ടകുന്ന രംഗത്വം വെളിപ്പാക്കുന്ന വിശുദ്ധന് ഉപയോഗവും നല്ല വേല കൊരിയിരിക്കുന്ന 6 ദൈവം നമ്മ വിളിച്ചെന്തിനാ? അടുത്തിരിക്കുന്ന ആൾ മുഖത്ത് നിർത്തുക, സന്തോഷത്തോടെ പറ, നിന്നെ മാനപാത്രമാകാനാണ് വിളിച്ചത്. പറ മക്കളെ, നിന്നെ എന്തിനാ വിളിച്ചേ? എറണാകുളം മറൈൻ ഡ്രൈവിൽ കൂടി പോകുമ്പോ ഞങ്ങളുടെ ഒരു വിശ്വാസി പയ്യൻ ഒരു സിനിമാ പോസ്റ്റർ നിൽക്കുക. സിനിമാ പോസ്റ്ററെ കണ്ടിട്ട് ഇങ്ങനെ നോക്കി നിന്നുകൊണ്ട് വെള്ളമിറക്കിക്കൊണ്ടിരിക്കുക. കാണാൻ പറ്റാത്തൊരു പോസ്റ്റാണ്. പതുക്കെ ചെന്ന് പുറകെ ചെന്ന് ഡാ എന്ന് വിളിച്ചപ്പോ എന്താണ് കാണുന്നത്? ഇവനെ തല്ലണ്ടേ, അടിക്കണ്ടേ? ഒരു അന്യഭാഷയും ഒരു വിറവലും. എന്നിട്ട് എന്നോട് പറയാ ഇതൊക്കെ അനുവദിക്കാൻ പാടില്ല ഭാഷ. സത്യം പറയുമ്പോ എനിക്ക് തോന്നി ഞാനെന്തോ മഹാഭാവിയാണ്. അവൻ വിശുദ്ധനും ഞാൻ. എന്നിട്ട് എന്നോട് പറയാ പാസ്റ്റർ നിങ്ങളെ പോലുള്ളവർ പ്രാർത്ഥിക്കാത്തോണ്ടാ ഇതൊക്കെ ഇങ്ങനെ വരുന്നത്. അവൻ കണ്ട് ആസ്വദിച്ച് വെള്ളമിറക്കി അവനൊരു പരുവത്ത് നിൽക്കുക. ഒരു അല്ലെന്ന് പറഞ്ഞു. ദൈവം നമ്മൾ വിളിച്ച് ആരാകാനാ? പ്രാർത്ഥിക്കല്ലേ മക്കളെ? മാനപാത്രമാകാൻ വിളിച്ച ശിംശോൻ ഗസയിൽ ഹീനപാത്രമായി. ഓക്കെ, കണ്ണു കുത്തിപ്പൊട്ടിച്ച് മാവ് പൊട്ടിച്ച് ഹീനപാത്രമായി. അതേ ഗസയിൽ പുതിയ നിയമത്തിൽ പീലിപ്പോസ് ഷണ്ണനെ സ്നാനപ്പെടുത്തി അതേ ഗസയിൽ മാനപാത്രം. പ്രാർത്ഥിക്കുന്നതിന് തൊട്ടു മുമ്പ് ഒരു അപേക്ഷയുണ്ട്. അനേകം ഹീനപാത്രമായിടത്ത് നിങ്ങൾ മാനപാത്രമാകണം. 7ാമത്തെ ക്രിസ്ത്യൻ കോളിംഗ് 24 കർത്താവിന്റെ ദാസൻ, the servant of Lord. 7ാമത്തെ വിളി എന്നാ? ദൈവം നമ്മൾ വിളിച്ച ആരായിട്ടാ? ദൈവത്തിന്റെ ദാസനാണ്. പ്രാർത്ഥിക്കാം. എവിടെന്നാ തുടങ്ങിയത്? മകൻ വളർന്നാരായി? പടനായി. പടനാരായി? മല്ല് കിട്ടുന്നവനായി. മല്ല് കിട്ടുന്നവൻ നല്ല കൃഷിക്കാരനായി. നല്ല കൃഷിക്കാരൻ നല്ല വേലക്കാരനായി. നല്ല വേലക്കാരൻ മാനപാത്രമായി. ആ മാനപാത്രത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? കർത്താവിന്റെ ദാസൻ. നമ്മുടെ വിളി 7 ക്രിസ്ത്യൻ കോളിംഗ് ആണ്. ഈ വിളി മാറരുത്. ഈ വിളി വിട്ട് ജീവിക്കരുത്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളിൽ അടച്ച് തിരുക്കരത്താ വാഹിച്ചുവെന്നേ തിരുഗീതം പോ നടത്തേണമേ. തിരുക്കരത്താ വാഹിച്ചുവെന്നേ തിരുഗീതം പോ നടത്തേണമേ. കുശ
ഹല്ലേലൂയ